Welcome all to day three of our Prescient discussion. I have shared the document, deep dive document with you all. Okay, please do go through the document. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും അതിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ വരുന്ന എന്തെങ്കിലും ടേംസോ എന്തുണ്ടെങ്കിലും ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ടു മീ വിയ വാട്സപ്പ്. ഓക്കെ, വാട്സപ്പിൽ എന്നെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പ്രോബബ്ലി നമ്മുടെ എന്താ പറയാ ഡീപ് ഡൈവ് സെഷന്റെ ഏറ്റവും അവസാനത്തെ സെഷൻ ആയിരിക്കും പ്രോബബ്ലി ഇന്ന്. ഓക്കെ, ബൈ ടുഡേ നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഇന്നലെ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഐ മീൻ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് സർവീസ് പ്രോസസ് ആണ്. നമ്മുടെ DKKയുടെ കറന്റ്ലി സലൂൺസിലുള്ള സർവീസ് പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ നോക്കാം. സർവീസ് പ്രോസസ്സ് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ്. പക്ഷെ ഇതിൽ എന്തെങ്കിലും വിയേർഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒന്ന് നോക്കി, കറന്റ്ലി തന്നിരിക്കുന്ന സർവീസ് പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ നോട്ടബിൾ ആയിട്ട് നോട്ടീസ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ? അത് വളരെ നോർമൽ കാര്യമായിട്ടോ? എനിക്ക് മാത്രമാണോ തോന്നിയത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. എന്താ സാർ, പെർഫെക്റ്റ് ആണോ? ഓക്കെ ആണോ? പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലല്ലോ. ഓക്കെ ആണല്ലേ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ശരി. അങ്ങനെ തോന്നിയില്ല. ഓക്കെ, എന്നാ കുഴപ്പമുണ്ടാവില്ല, ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, സോ അപ്പോയിന്റ്മെന്റ് ക്യാൻ ബി ബുക്ക് ബൈ ഫോൺ ഓർ ഇൻ പേഴ്സൺ. അതായത് കുറച്ച് ട്രഡീഷണൽ മെത്തേഡ് ആണ്, ഒന്നെങ്കിൽ ഫോണിൽ വിളിച്ചോ അല്ലെങ്കിൽ ഇൻ പേഴ്സൺ അല്ലെ. അത് കഴിഞ്ഞാൽ നേരെ പ്രീ അപ്പോയിന്റ്മെന്റ് പാച്ച് ടെസ്റ്റ് വേർ റെലവെന്റ്. ഓക്കെ, അതിനുശേഷമാണ് വെൽക്കം. എനിക്ക് വീട്ടിട്ട് തോന്നിയതാണ്, അതായത് യൂഷ്വലി അല്ലെ വെൽക്കം അവരെ വെൽക്കം ചെയ്ത് റിസപ്ഷനിൽ ഒരാൾ വെൽക്കം ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ പാച്ച് ടെസ്റ്റിലേക്കൊക്കെ പോകുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പാച്ച് ടെസ്റ്റിന് ശേഷമാണ് വെൽക്കം വരുന്നത്. അത് അങ്ങനെ തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്. കാരണം എന്താ വെച്ചാൽ വെൽക്കം എന്ന് പറയുന്ന സമയത്ത് മേ ബി റിഫ്രഷ്മെന്റ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോ ഇവിടെ വരുന്ന പുതിയ ക്ലയൻസിന്റെ കൺസൾട്ടേഷനിലായിരിക്കും നമ്മളുടെ പ്രൈസും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടാവോ. കയറി വരുന്ന എല്ലാവരെയും അല്ലെ ഒരേപോലെ വെൽക്കം ചെയ്യണമെന്നില്ലല്ലോ. കൺസൾട്ടേഷൻ കഴിഞ്ഞൊരു സർവീസിലേക്ക് പോകുന്ന സമയത്താണ് എന്ത് വരുന്നത്, ആ വെൽക്കം എന്ന സ്റ്റേജ് വരുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്താ വെൽക്കം എന്ത് പറ്റി ഇത്രയും കുറച്ച് താഴേക്കായി പോയല്ലോ എന്നുള്ളതാണ്. അപ്പൊ അത് അങ്ങനെയാണ്. ഓക്കെ, ദെൻ എക്സിസ്റ്റിംഗ് ക്ലയൻസിന്റെ കൺസൾട്ടേഷൻ നമുക്കറിയാം ഒരുപാട് സമയം എടുക്കില്ല. ഈ ന്യൂ ക്ലയൻസിന്റെ കൺസൾട്ടേഷൻ ആണ് കുറച്ച് സമയം എടുക്കുന്നത്. എക്സിസ്റ്റിംഗ് ക്ലയൻസിന്റെ കൺസൾട്ടേഷൻ ഒക്കെ വെൽക്കം ചെയ്തതിന് ശേഷമാണ് കൺസൾട്ടേഷൻ വരുന്നത്, കാരണം അവർ എക്സിസ്റ്റിംഗ് ക്ലയൻസ് ആയതുകൊണ്ട്. ഓക്കെ, എനിവേ ദെൻ അതിനുശേഷം ഇൻ സലൂൺ എക്സ്പീരിയൻസ്, ഹെയർ കട്ടിങ്, ഫേമിങ്, സ്ട്രൈറ്റിങ്, വാട്ട് എവർ ഇറ്റ് ഇസ്, ദെൻ പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ, ചെക്കപ്പ്. ഓക്കെ, അപ്പോ തന്നിരിക്കുന്ന സർവീസ് പ്രോസസ്സിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഈ സർവീസ് പ്രോസസ്സ്, ഇതേ സർവീസ് പ്രോസസ്സ് തന്നെയാണ് അവരെല്ലാ സലൂൺസിലും, ഇവരുടെ 50 സലൂൺസിലും ഇവർ ഫോളോ ചെയ്തത്. ഓക്കെ, ഒരു പ്രോസസ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഫോളോ ദ സെയിം പ്രോസസ്, എങ്കിലേ സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ കറന്റ് സർവീസ് പ്രോസസ്സിൽ ഒരു സ്ട്രോങ് പേഴ്സണലൈസേഷൻ കാണാൻ കഴിയുന്നുണ്ട് അല്ലെ. ഒരു ഇൻഡിവിജ്വൽ കൺസൾട്ടേഷൻ, അത് എക്സിസ്റ്റിംഗ് ആയിക്കോട്ടെ ന്യൂ ക്ലയൻസിനായിക്കോട്ടെ അല്ലെ, ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ. ഇപ്പം ഒരാൾ നമ്മളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എടുക്കുന്നില്ല എന്നാണെങ്കിൽ പോലും അവർക്ക് ആ ഒരു കൺസൾട്ടേഷൻ ഇരിക്കാനുള്ള ഒരു സൗകര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു പ്രീമിയം പൊസിഷനിങ് കാണിക്കുന്ന ഒരു കാര്യമാണ്. ദെൻ റിസ്ക് മാനേജ്മെന്റ്, നമുക്കറിയാം അലർജിക് റിയാക്ഷൻസ് ഒക്കെ കാരണം അവിടെ ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ലോസും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ പാച്ച് ടെസ്റ്റിംഗ് ഒക്കെ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷമാണ് അടുത്തൊരു സർവീസിലേക്കൊക്കെ പോകുന്നത്. സോ ദിസ് ബേസിക്കലി അവോയ്ഡ്സ് ഓൾ ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിസ്ക്. പിന്നെ ഇതേ സ്റ്റാൻഡർഡൈസ്ഡ് പ്രോസസ് ആണ് നമ്മളിപ്പോ പറഞ്ഞ കാര്യം എല്ലാ സലൂൺസിലും ഉള്ളത്, വിച്ച് ഇസ് ഗുഡ്. ദെൻ കസ്റ്റമർ എക്സ്പീരിയൻസ് വളരെ റിലേഷൻഷിപ്പ് ബേസ്ഡ് ആണ്. നമ്മൾ ഇന്നലെയൊക്കെ ഡിസ്കസ് ചെയ്താണ്, ഹെയർ ഡ്രസ്സർ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണോ മേടിക്കുന്നുണ്ടാവുക. അപ്പോൾ ക്ലയന്റുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ടാവും. ഇതിലൊരു നെഗറ്റീവ് സൈഡ് പറയാനാണെങ്കിൽ, അപ്പോയിന്റ്മെന്റ്സ് കറന്റ് നടത്തുന്നത് ഫോണിലൂടെ ഇൻ പേഴ്സണോ, അതായത് ടെക്നോളജി വൈസ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഒന്നും തന്നെ കറന്റ് നമ്മുടെ ഇല്ല. നമുക്കൊരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ആ വെബ്സൈറ്റിലൂടെ ചെന്നിട്ട് ബുക്ക് ചെയ്യുക, ഇന്നൊരു ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന പരിപാടിയൊന്നും കറന്റ് ഇല്ല. ഇപ്പൊ വളരെ ട്രഡീഷണൽ പരിപാടികളാണ് ഉള്ളത്. അത് മാത്രമല്ല നേരെ ഡയറക്റ്റ് വോക്കിനും ഇവിടെ അവൈലബിൾ അല്ല. ദെൻ പ്രോസസ്സസ് ടൈം ഇന്റൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് കൺസൾട്ടേഷൻ, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഈവൻ എക്സിസ്റ്റിംഗ് ക്ലയൻസിന് പോലും ഒരുപാട് സമയമൊന്നും ഇല്ലെങ്കിലും കുറച്ച് കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് സർവീസ് ടൈം കൂട്ടുന്നു. ശരിയാണ്, സർവീസ് ടൈം കൂട്ടുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ബട്ട് സ്റ്റിൽ ടൈം ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഹെവി ഡിപ്പെൻഡൻസ് ഓൺ എംപ്ലോയീസ്. അതിപ്പോ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് 50 സലൂൺസ് ഉണ്ട്. ഈ 50 സലൂൺസിന് എല്ലാം കൂടി ആയിട്ട് നമുക്ക് 667 ഇത്രയധികം സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞു.
അപ്പൊ ഈ സലൂൺസിലുള്ള ഹെയർ ഡ്രസ്സേഴ്സിന്റെ ഒക്കെ ക്വാളിറ്റീസും സ്കിൽസും എക്സ്പീരിയൻസും ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിന്റെ ക്വാളിറ്റീസ് ഒന്നും എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കണം എന്നില്ല. ഓക്കെ, അല്ല, ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആണ്, അതൊരു എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. സർവീസ് ഇൻഡസ്ട്രീസിൽ നമ്മളിപ്പം ഒരു ബ്രാഞ്ച് സക്സസ്ഫുൾ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുത്തൊരു ബ്രാഞ്ച് തുടങ്ങുമ്പോൾ ഈ ബ്രാഞ്ച് സക്സസ്ഫുൾ ആവാനുള്ള റീസൺ ഇവിടെ ഒരു കീ എംപ്ലോയി ഉണ്ട്, നല്ല രീതിയിൽ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരു എംപ്ലോയി ഉണ്ട്. ഓക്കെ, അപ്പൊ അതേപോലെ അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, കാരണം അത് അല്ലെ, അതൊരു ടെക്നോളജി കൊണ്ടൊന്നും അവിടെ ഹ്യൂമൻ സ്കിൽസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എംപ്ലോയി കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലൊക്കെ റിലൈ ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ കറന്റ് സർവീസ് പ്രോസസ് ഉള്ളത്. ദർ ഇസ് നോ വർക്ക് ഇൻ ഫ്ലെക്സിബിലിറ്റി. അതുകൊണ്ട് തന്നെ DKK മേ ലോസ് സ്പോണ്ടേനിയസ് കസ്റ്റമേഴ്സ്. പെട്ടെന്നൊന്ന് ഹെയർ കട്ട് ചെയ്യാമെന്ന് തോന്നിയിട്ട് DKKയിലേക്ക് വരുന്ന ആളുകളെ അവിടെ സ്വീകരിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള റവന്യൂ ലോസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ബട്ട് ദാറ്റ് ബേസിക്കലി ഇൻക്രീസസ് അവർ പ്രീമിയം പൊസിഷനിങ്. നമ്മൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ നോക്കുന്നില്ല, മാസ് മാർക്കറ്റ് അല്ല ടാർഗറ്റ് ചെയ്യുന്നത്. ട്രിംസ് മേ ബി അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ദെൻ റീറ്റെയിൽ സെയിൽസ് ഡിപ്പെൻഡ് ഓൺ ഹെയർ ഡ്രസ്സർ ബിഹേവിയർ. അപ്പോ ഏതെങ്കിലുമൊക്കെ സലൂണിൽ ചിലപ്പോൾ ഭയങ്കരമായ റീറ്റെയിൽ സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ആ ഹെയർ ഡ്രസ്സറുടെ മിടുക്ക് കൂടെ ആയിരിക്കാം എന്നുള്ളതാ പറയുന്നത്. ഇനി സപ്ലയർ ആൻഡ് കോസ്റ്റ് ആസ് വെൽ ആസ് ദ ടു എക്സ്ക്ലൂസിവിറ്റി കോൺട്രാക്ട് ഫോർ ഹെയർ കെയർ പ്രോഡക്ട്സ് ആൻഡ് സ്റ്റൈലിംഗ് ടൂൾസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രധാനപ്പെട്ട 2 എക്സ്ക്ലൂസിവിറ്റി കോൺട്രാക്ട്സ് ഉണ്ട് അല്ലെ, വളരെ ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എക്സ്ക്ലൂസീവ് ആയിട്ട് കെയ്ലാൻഡിൽ വിൽക്കാനുള്ള അവകാശം നമ്മൾ നേടിയെടുത്തിട്ടുണ്ടെന്നുള്ളത്. അത് നമ്മുടെ ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സോ DKK sources, apart from this, their sources uniforms for hairdressers, towels and robes from a supplier based outside Keyland. അപ്പൊ സപ്ലയേഴ്സ് എന്ന് പറയുമ്പോൾ വേറെയും സപ്ലയേഴ്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഇൻഡിവിജ്വൽ സലൂൺ കോൺട്രാക്ട് വിത്ത് ലോക്കൽ സ്മോൾ ലോണ്ടറി ബിസിനസ്സസ് വിച്ച് കളക്ട് ടവൽസ് ആൻഡ് റോബ് അറ്റ് എൻഡ് ഓഫ് ഈച്ച് ഡേ ആൻഡ് റിട്ടേൺ ദം വാഷ് ഡ്രൈഡ് ആൻഡ് അയൺഡ് എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. അപ്പൊ ആ രീതിയിൽ ഒരു ലോണ്ടറി ബിസിനസ് നടത്തുന്നവരും നമ്മുടെ സപ്ലയേഴ്സ് ആണ്. കെയ്ലാൻഡിന്റെ പുറത്ത് നമുക്ക് യൂണിഫോമും ടവലും തരുന്ന അങ്ങനെയും സപ്ലയേഴ്സ് ഉണ്ട്. ഓക്കെ, സോ വി കറന്റ്ലി റിലൈ ഓൺ ഇന്റർനാഷണൽ സപ്ലൈസ്. അപ്പൊ ഇന്റർനാഷണൽ സപ്ലയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സപ്ലയറിന്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്. ഏതാ, നമ്മളുടെ ഈ ഒരു യൂണിഫോം ഒക്കെ തരുന്നുണ്ടല്ലോ, ഔട്ട്സൈഡ് കെയ്ലാൻഡ് അല്ലേ പറയുന്നത്. അപ്പോ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇമ്പോർട്ട് ഡിലേസ്, പുറത്തുനിന്ന് ഒരു സാധനം ഇവിടെ എത്തുമ്പോൾ ഉള്ള ഡിലേസോ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷനോ ഇൻക്രീസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷണൽ റിസ്കുകളാണ്. ഓക്കെ, ദെൻ എക്സ്ക്ലൂസിവിറ്റി അഗ്രിമെന്റ് ഇൻക്രീസ് സപ്ലയർ പവർ. ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയർ എന്നുള്ളത് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എനിവേ എക്സ്ക്ലൂസിവിറ്റി അഗ്രിമെന്റ് വരുമ്പോൾ സപ്ലയേഴ്സിനാണ് പവർ, കാരണം അവര് നമ്മുടെ നമ്മൾ അവരുടെ കസ്റ്റമറായി കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഒന്നും സ്വിച്ച് ചെയ്യാൻ ഉള്ള പ്രൊവിഷൻസ് ഒന്നും ചിലപ്പോൾ എഗ്രിമെന്റിൽ ഉണ്ടാവണമെന്നില്ല. ഔട്ട്സോഴ്സ് ലോണ്ടറി സർവീസസ് റെഡ്യൂസ്ഡ് ഓപ്പറേഷണൽ ബേർഡൻ. ഓരോരോ സലൂൺ മാനേജേഴ്സ് അവരുടെ തൊട്ടടുത്തുള്ള ഒരു ലോണ്ടറി ബിസിനസ്സിലേക്ക് കൊടുക്കുകയാണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പൊ ഓപ്പറേഷണൽ ബേർഡൻ, അത് നമ്മൾ തന്നെ വാഷ് ചെയ്യാന്നുള്ള ഓപ്പറേഷണൽ ബേർഡൻ ഒഴിവാക്കുന്നുണ്ട് അല്ലെ. പക്ഷെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കണം എന്നില്ല, കാരണം പല പല ലോണ്ടറി ഫെസിലിറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇൻകൺസിസ്റ്റൻസി എന്തായാലും ഉണ്ടാവും. നൗ ഇൻ ടു ഇൻഫർമേഷൻ സിസ്റ്റംസ് ആൻഡ് യൂസ് ഓഫ് ടെക്നോളജി. കറന്റ്ലി ഉള്ള നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്താന്ന് നോക്കാം. എ പേപ്പർ ബേസ്ഡ് അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് സിസ്റ്റം ഇസ് സ്റ്റിൽ യൂസ്ഡ് ഇൻ സലൂൺസ് വിത്ത് അപ്പോയിന്റ്മെന്റ്സ് റെക്കോർഡഡ് ഇൻ അപ്പോയിന്റ്മെന്റ് ബുക്സ്. ആ ബുക്ക് പോയി കഴിഞ്ഞാൽ നാളെ ആര് വരും എന്നുള്ളത് അറിയില്ല. സോ വി ആർ റിലൈങ് ടു മച്ച് ഓൺ ദിസ് ബുക്സ് അല്ലെ. അതിന്റെ ഒരു ബുക്കിലാണ് ഇതെല്ലാം എഴുതി വെക്കുന്നത്, നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്റർ എന്നൊക്കെ പറയുന്നത് പോലെ. Saloons also maintains a computerized record for each of their clients which detail services they have received and the specific hair product used on their hair. അപ്പൊ കുറച്ചെങ്കിലും ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഉപയോഗിച്ചതായിട്ട് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഫോർ എക്സാമ്പിൾ ഒരു എക്സൽ ഷീറ്റ് എടുത്തു വെച്ചിട്ടായിരിക്കാം, ഞാനത് എക്സാമ്പിൾ പറയുന്നതാണ്. ഇപ്പൊ എക്സൽ ഷീറ്റിന് എക്സാമിന് എഴുതി വെക്കരുത്. ഓക്കെ, കമ്പ്യൂട്ടറൈസ് റെക്കോർഡ് തന്നെ എഴുതുക. ഒരു എക്സൽ ഷീറ്റ് എഴുതി വെച്ചിട്ട് ഒരാളുടെ പേര് എഴുതി വെച്ചു, അയാൾ ഇവിടെ നിന്ന് റിസീവ് ചെയ്ത ഡീറ്റെയിൽസും സർവീസസും ഒക്കെ എഴുതി വെച്ചു, ഹെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്തത്. Then we also maintain manual records for inventory levels. ഓരോ റീറ്റെയിൽ പ്രോഡക്ട്സിന്റെ, ഓരോ ഹെയർ കെയർ റീറ്റെയിൽ പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് മാനുവലി നമ്മൾ എഴുതി വെക്കുന്നത് എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആലോചിച്ചു. അതിനൊക്കെ നമ്മുടെ സലൂൺ മാനേജേഴ്സ് സമയം മെനക്കെടുത്തേണ്ട ഒരു അവസ്ഥയാണ്. ആൻഡ് ഇമെയിൽ ഹെഡ് ഓഫീസ് വിത്ത് ഇൻവെന്ററി നീഡഡ്. ഹെഡ് ഓഫീസ് പ്ലേസസ് റീറ്റെയിൽ പ്രൊഡക്റ്റ് ഓർഡർ വിത്ത് സപ്ലൈസ് ആസ് വെൽ ആസ് ഓർഡേഴ്സ് ഫോർ ബ്രാൻഡഡ് യൂണിഫോം ടവൽസ് ആൻഡ് റോബ്സ്. അപ്പോ ഒരു സലൂണിൽ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ആദ്യം ഒരു ഹെഡ് ഓഫീസിലേക്ക് പറയണം. അപ്പൊ നോർമലി യൂഷ്വലി തീരാറാവുന്ന സമയത്തായിരിക്കും ഈ ഒരു റീ ഓർഡർ പ്ലേസ്മെന്റ് ഉണ്ടാവുക. ആ ഓർഡർ ഹെഡ് ഓഫീസിലെത്തി, ഹെഡ് ഓഫീസിൽ നിന്ന് വീണ്ടും സപ്ലയറുടെ അടുത്തോട്ട് ഓർഡർ പോവാണ്. ഓക്കെ, അപ്പൊ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ് ഉള്ളതെങ്കിലും ഇറ്റ് മേ ടേക്ക് ടൈം. DKK's website provides information about the company, its ethos,
ദോസ് വാല്യൂസ് എന്നൊക്കെ പറയുന്നത്, എത്തിക്സ് ആൻഡ് വാല്യൂസ് എന്ന് പറയുന്നത്. ഇറ്റ് സർവീസ് ഓഫറിംഗ് ആൻഡ് ഇറ്റ്സ് 50 സലൂൺസ്. ദർ ഇസ് നോ ഫംഗ്ഷനാലിറ്റി ടു ബുക്ക് അപ്പോയിന്റ്മെന്റ്സ് ഓർ പർച്ചേസ് റീറ്റെയിൽ പ്രോഡക്ട്സ് ഓൺലൈൻ. ഒരു ഇ കൊമേഴ്സ് ഫെസിലിറ്റി കറന്റ് ഇല്ല. ഇഫ് യു ഗൈസ് ആർ ഹാവിംഗ് an exclusivity agreement with an internationally recognized supplier, നമ്മൾ എന്തായാലും അത് ഓഫ്ലൈൻ സ്റ്റോറിലൂടെ മാത്രമല്ല ഓൺലൈൻ സ്റ്റോറിലൂടെ വിൽക്കാൻ ശ്രമിക്കും. ഓഫ്ലൈൻ സ്റ്റോർ റൺ ചെയ്യുന്നതിന്റെ അത്രയും ഓവർ ഹെഡ്സോ കാര്യങ്ങളോ ഒന്നോ ഓൺലൈനിൽ ഇല്ല എന്നുള്ളത് ചാപ്റ്റർ നമ്പർ 2 നമ്മൾ കുറെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഓക്കെ. ആൻഡ് ഇൻഡിവിജ്വൽ സലൂൺസ് എൻഗേജ് ഇൻ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി ഓൺ എ ലിമിറ്റഡ് ബേസിസ് ആൻഡ് ഫോക്കസ് ഓൺ ഹൈലൈറ്റിംഗ് ദെയർ ഹെയർ ഡ്രസ്സസ് ഉണ്ട്. വളരെ സോഷ്യൽ മീഡിയ യൂസേജ് വളരെ കുറവാണ്. ഓക്കെ. സോ ഇനി പറയുന്ന കാര്യങ്ങൾ, അപ്പൊ നമ്മുടെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇറ്റ് അപ്പിയേഴ്സ് ഔട്ട്ഡേറ്റഡ്, എസ്പെഷ്യലി അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് സിസ്റ്റം. അപ്പൊ അത് കാരണം ഉണ്ടായേക്കാവുന്ന ബുക്കിംഗ് ഇൻഎഫിഷ്യൻസീസ്, അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറിൽ ഇങ്ങനെ ഓരോ കഥകൾ എഴുതി വെക്കണം, ഡബിൾ ബുക്കിംഗ് റിസ്ക്, ഡിഫിക്കൽട്ടി ട്രാക്കിംഗ് അപ്പോയിന്റ്മെന്റ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാനാണെങ്കിൽ, നമ്മൾ യൂഷ്വലി ജേണൽ എൻട്രീസ്, അക്കൗണ്ടന്റ് ആകണമെങ്കിൽ ആദ്യം ജേണൽ എൻട്രീസ് അറിയണം. ഒരു സെയിൽ നടത്തുമ്പോഴും പർച്ചേസ് നടത്തുന്ന സമയത്തും ജേണൽ എൻട്രി ടൈപ്പ് ചെയ്ത് വിടാനുള്ള ഒരു നോളജ് ആയിരുന്നു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കാൻ വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റർവ്യൂവിനൊക്കെ നമ്മളോട് യൂഷ്വലി ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റൻ. ഈവൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോഴും നമ്മളവിടെ ജേണൽസ് ആയിരുന്നു ഇൻപുട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. ഇപ്പൊ കുറച്ചുകൂടെ നല്ല നല്ല അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾ വെറുതെ ട്രാൻസാക്ഷൻ എന്താണ് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ജേണലും കാര്യങ്ങളൊക്കെ വേണ്ട അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ബുക്സും ലെഡ്ജേഴ്സും അതേപോലെ നമ്മുടെ ട്രയൽ ബാലൻസും പി ആൻഡിലും ബാലൻസ് ഷീറ്റ് വരെ ഉണ്ടാക്കിയെടുക്കുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഇന്ന് അവൈലബിൾ ആണെന്നുള്ളത്. ഓക്കെ. അപ്പൊ ഇതിപ്പോ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിലാണ്. ഇപ്പൊ ഒരു ക്ലയന്റിന്റെ പേരും അയാൾ റിസീവ് ചെയ്ത സർവീസ് ഇതൊക്കെ എല്ലാം എഴുതി വെക്കുന്നതിന് പകരം ഒരാൾ ഒരു തവണ വന്നു, ഇയാൾ അപ്പോയിന്റ്മെന്റ് എടുത്ത ഡേറ്റ് എന്നാണ്, ഇതൊക്കെ പിന്നീട് എപ്പോ വേണമെങ്കിലും നമുക്ക് ഈസിലി ട്രേസബിൾ ആണ്. പുസ്തകത്തിന്റെ പേജ് മറിച്ച് നോക്കുന്ന ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ലോഡും കാര്യങ്ങളില്ല. ഡബിൾ ബുക്കിംഗ് റിസ്കിൽ ഇന്നലെ ഓൾറെഡി പറഞ്ഞതാണ്, ഡിഫിക്കൽട്ടി ട്രാക്കിംഗ് ദിയർ ഡാറ്റ. ഓക്കെ. ഇനി അടുത്തത്, ഡി കെക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിലും അല്ലെ ആ വെബ്സൈറ്റിൽ ഒരു അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ഒരു ഇന്റഗ്രേഷൻ ഇല്ല. അതേപോലെ ഓൺലൈനിൽ വെബ്സൈറ്റിൽ എന്തായാലും ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, എങ്കിൽ അതിൽ ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ ഇട്ട് കഴിഞ്ഞാൽ അല്ലെ അതിലൂടെ നമുക്ക് പ്രോഡക്ട്സ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. അങ്ങനെയില്ല. അപ്പൊ ഇതൊക്കെ ഒരു കോമ്പറ്റീറ്റീവ് ഡിസ്അഡ്വാൻറ്റേജ് ആണ്. മേ ബി നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം 6.2 നിന്ന് 6.1 നമ്മുടെ റീറ്റെയിൽ സെയിൽസ് ഡൗൺ ആയത്. ഓക്കെ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യാൻ ടൂ മച്ച് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു PDF പേജസ് 44 വരെ എത്തി. ഓക്കെ. എക്സിസ്റ്റിംഗ് കസ്റ്റമർ റെക്കോർഡ്സ് പ്രൊവൈഡ് വാല്യുബിൾ ഡേറ്റ എന്ന് വെച്ചാൽ ബേസിക്കലി ഡേറ്റ അനലിറ്റിക്സ് ആണ്. ഒരു കസ്റ്റമർ പ്രീവിയസ്ലി വന്ന സമയത്ത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇയാള് നമ്മുടെ സലൂണിൽ വന്നിട്ട് എന്ത് സർവീസ് ആണ് എടുത്തത്, അയാളുടെ ബഡ്ജറ്റ് എന്താണ്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം ഒരു ഹെയർ ഡ്രസ്സർ തീർച്ചയായിട്ടും അയാളോട് ചോദിച്ചിട്ടുണ്ടാവും, നമുക്ക് ഇന്ന് കളർ ചെയ്താലോ, അയാൾ വേണ്ടെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയാട്ടോ. അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ബഡ്ജറ്റ് കട്ടിങ്ങിനുള്ള ബഡ്ജറ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇയാൾ ഇവിടെ വരുന്നത്, ഒരു എക്സാമ്പിൾ. എന്ന് പറഞ്ഞതുപോലെ നേരെ തിരിച്ചും അല്ലെ, ഇയാൾ എപ്പോഴും വരുമ്പോൾ കളറിങ് എന്തെങ്കിലും ചെയ്തു പോരണം. അപ്പൊ ആ ഒരു അനലിറ്റിക്കൽ ഡേറ്റ ഒന്നും കറന്റ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നില്ല, CRM ഇല്ല. ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം അപ്പിയേഴ്സ് വെരി വീക്ക്. ദർ വിൽ ബി ഡിലേസ് ഇൻ റീപ്ലനിഷ്മെന്റ്. വീണ്ടും ഫുൾഫിൽ ചെയ്യുന്നതിനാണ് റീപ്ലനിഷ് ചെയ്യാന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇൻവെന്ററി ഇനാക്യുറേസീസ്, തെറ്റായ അല്ലെ, ഇപ്പൊ ഈ സലൂൺ മാനേജർ തന്നെ റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന ഒരാളായിരിക്കും അവിടുത്തെ ഇൻവെന്ററി നോക്കേണ്ട ഒരാൾ അല്ലെ. അപ്പൊ ആ രീതിയിൽ ഇനാക്യുറേസീസും കാര്യങ്ങളും വരാം. ഹയർ അഡ്മിനിസ്ട്രേറ്റീവ് എഫോർട്ട്, റിസ്ക് ഓഫ് സ്റ്റോക്ക് ഷോർട്ടേജസ് അല്ലെങ്കിൽ ഓവർ സ്റ്റോക്കിങ്ങിനൊക്കെ സാധ്യതകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഒരു പ്രോപ്പർ ഇൻവെന്ററി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, ഒരു ERP, ഒരു സലൂൺ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ തിങ്സ് വിൽ ബി വെരി ഗുഡ്. ഇനി ലാക്ക് ഓഫ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഒന്നുമില്ല ഇപ്പൊ. അപ്പൊ നമ്മളൊരു ഓൺലൈൻ വെബ്സൈറ്റിൽ കയറി ഒരു ബുക്കിംഗ് നടത്തി, ആ വെബ്സൈറ്റിൽ അല്ലെ നമുക്കൊരു ഇമെയിൽ വരികയാണ്, നിങ്ങളുടെ ബുക്കിംഗ് ഡേറ്റും ടൈമും ഇന്നതാണ്, ആ ദിവസം നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നു, സലൂൺ വിസിറ്റ് ചെയ്യുന്നു, സർവീസസ് എടുക്കുന്നു, തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ബില്ല് വരെ നമ്മുടെ മെയിലിലേക്ക് വരുന്നു. അതിനുശേഷം ഇന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറയുന്നത് ഒന്നെങ്കിലും സ്റ്റോറിൽ നിന്ന് തന്നെ മേടിക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞ് അല്ലെ. അങ്ങനെ അതാണ് കംപ്ലീറ്റ് പേയ്മെന്റ് അടക്കം ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കറന്റ് ഇല്ല. അപ്പോ അതൊക്കെ ഒരു ഭയങ്കര പ്രശ്നമാണ്. 50 സലൂൺ എന്ന് വരെ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഇതിനപ്പുറത്തേക്ക് നമുക്ക് സ്കെയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റംസ് ഇപ്പോഴത്തെ കെയ്ലാൻഡിൽ ഇപ്പോഴത്തെ ഒരു പോയിന്റിൽ അത്യാവശ്യമായിരിക്കാം. ദ മാർക്കറ്റ് ഈസ് ഓൾറെഡി മെച്ചൂർ ആയിട്ടുള്ള മാർക്കറ്റിൽ നമ്മൾ ഇനി എന്താ ചെയ്യുക? മെച്ചൂരിറ്റി പീരീഡ് കീപ്പ് ചെയ്ത് ഡിക്ലൈനിലേക്ക് പോകുന്നത് എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളത് നമുക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ കൂടുതൽ ഫീച്ചേഴ്സ് കൂട്ടുക, പ്രോഡക്റ്റ് ചെറിയ രീതിയിൽ റീഡിസൈൻ ചെയ്ത് വീണ്ടും ലോഞ്ച് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു.
അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ ടെക് ഭയങ്കര രീതിയിൽ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാസ്ക് പ്രോബബ്ലി ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഒരു ടെക്നോളജി ഇന്റഗ്രേഷൻ നമ്മുടെ DKK കൊണ്ടുവരുന്നതിന്റെ ഒരു ടാസ്ക് പ്രോബബ്ലി ഉണ്ടായേക്കാം. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഓപ്പർച്യൂണിറ്റി, ഓൺലൈൻ ബുക്കിംഗ് സിസ്റ്റം വരാം. ഇനി അതല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ ഇതെല്ലാം ചെയ്യാം. CRM ഇന്റഗ്രേഷൻ, ഓട്ടോമേറ്റഡ് റിമൈൻഡേഴ്സ്, റിയൽ ടൈം ഇൻവെന്ററി. ഇതൊരു ERP-യിലാണെങ്കിൽ ഇതെല്ലാം ഒന്നിച്ച് നടക്കും, ഒരു സലൂൺ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിൽ. വീക്ക് ഇ-കൊമേഴ്സ് പ്രസൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോഷ്യൽ മീഡിയ യൂസേജ്, അല്ലെ, ബ്രാൻഡ് വിസിബിലിറ്റിയും കസ്റ്റമർ എൻഗേജ്മെന്റ് ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി വെൽത്തി ഡീമോഗ്രാഫിക്സ് ആണ്. അതേപോലെ യങ്ങർ ഓഡിയൻസ് കളർ ചെയ്യാനൊക്കെ കൂടുതൽ വരുന്ന ആൾക്കാർ യങ്ങർ ആണ്. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഓൾറെഡി സോഷ്യൽ മീഡിയ യൂസേജിന്റെ ആവശ്യം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല, അല്ലെ. അപ്പൊ ഈ ഒരു ടെക്നോളജിക്ക് നല്ല രീതിയിൽ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ സ്കെയിൽ ചെയ്യണമെങ്കിൽ അവിടെ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. മാനുവൽ പ്രോസസ് 50 സലൂൺ വരെ ഓക്കെ ആയിരിക്കും. ഇനി അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ മാനുവൽ പ്രോസസ് മേ നോട്ട് ബി. അടുത്തത് റിസ്ക് രജിസ്റ്റർ ആണ്. DKK മെയിൻറ്റെയിൻസ് എ റിസ്ക് രജിസ്റ്റർ. റിസ്ക് കമ്മിറ്റിയോ ഓഡിറ്റ് കമ്മിറ്റിയോ അല്ലെങ്കിൽ നോമിനേഷൻ കമ്മിറ്റിയും റെമ്യൂണറേഷൻ കമ്മിറ്റിയും ഒന്നും ഇല്ല. എടുത്തു പറഞ്ഞിരിക്കുന്ന ഓഡിറ്റും റെമ്യൂണറേഷൻ നോമിനേഷനും ഇല്ലാതാണ്. റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി പറഞ്ഞിട്ടില്ല. എനിവേ റിസ്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് സൈൻ അണ്ടർ കോർപ്പറേറ്റ് ഗവേണൻസ്, വിച്ച് ഇസ് എ ഗുഡ് സൈൻ ഓഫ് റിസ്ക് മാനേജ്മെന്റ്. എനിവേ അതിൽ തന്നിരിക്കുന്ന കുറച്ച് കീ റിസ്കുകളാണ് ഇവിടെ. കോമ്പറ്റീഷൻ ഇസ് എ കീ റിസ്ക്. ലാക്ക് ഓഫ് സ്കിൽഡ് ആൻഡ് എക്സ്പീരിയൻസ് സ്റ്റാഫ് ഇസ് അനദർ റിസ്ക്. റെപ്യൂട്ടേഷൻ ഡാമേജ് ഫ്രം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻസിഡൻസ്, അല്ലെ, അത് മറ്റൊരു റിസ്ക് ആയിരിക്കാം. ഏതെങ്കിലും ഒരു കസ്റ്റമർ ബാച്ച് ടെസ്റ്റിംഗിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട്, ഹെയർ കെയർ പ്രോഡക്റ്റ് അവർ ഉപയോഗിച്ചിട്ട് അലർജി ആയി, അല്ലെ, അയാൾ കേസിന് പോകുന്നു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് വരുന്നു. അതൊക്കെ എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യം. ഒരു എക്സിബിറ്റ് ആയി മാറുന്ന ഒരു സിനാരിയോ ഇപ്പൊ ഞാൻ പറഞ്ഞു. ഓക്കെ, ദെൻ എനർജി ആൻഡ് വാട്ടർ പ്രൈസ് വോളറ്റിലിറ്റി, സസ്റ്റൈനബിലിറ്റി കൺസേൺസ്. അടുത്ത ഒരു കീ ഏരിയ ആണ് സസ്റ്റൈനബിലിറ്റി. എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ്. മോഡേൺ SBL ഏരിയ ആണ്. അതായത് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട്, അതിന് മുന്നത്തെ തവണ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മാതിരി സസ്റ്റൈനബിലിറ്റി ഇപ്പോൾ എപ്പോഴും കോമൺലി ടെസ്റ്റഡ് ആയിട്ട് ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗോയിങ് ഫോർവേഡ് കാണാം. നെക്സ്റ്റ് വൺ, അവൈലബിലിറ്റി ആൻഡ് പ്രൈസ് ഓഫ് പ്രോഡക്ട്സ് അപ്ലൈഡ് അണ്ടർ എക്സ്ക്ലൂസിവിറ്റി കോൺട്രാക്ട്സ്, ലിമിറ്റഡ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ. അപ്പൊ ഓരോ റിസ്ക്കും ഇപ്പൊ തന്നിരിക്കുന്ന ഓരോ റിസ്ക് രജിസ്റ്ററിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള റിസ്ക് ആണെങ്കിലും ഇതിന്റെ പ്രോബബിലിറ്റിയും ഇമ്പാക്റ്റും മെൻഷൻ ചെയ്തിട്ടില്ല. അത് ചിലപ്പോൾ റിസ്ക് രജിസ്റ്ററിൽ നിന്ന് ജസ്റ്റ് റിസ്ക് മാത്രം എഴുതിയത് കൊണ്ടാവാം. ഓക്കെ, പ്രോബബിലിറ്റി ഇമ്പാക്റ്റും മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി ഹൈ പ്രോബിലിറ്റി ആണോ ലോ പ്രോബിലിറ്റി ആണോ എന്നുള്ളത് പ്യുവർലി സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് എക്സാമിന് എല്ലാ ക്വസ്റ്റ്യനിലും എക്സാമിന് റിസ്ക് മാനേജ്മെന്റ് സ്ഥിരമായിട്ട് വരാറുള്ള ഒരു ടോപ്പിക്കാണ്. യൂഷ്വലി വരാറുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് റിസ്ക്. ഓക്കെ, ഈ റിസ്കിന്റെ ഇതിന്റെ ഒരു കോൺസിക്വൻസ് എന്താണ്, അല്ലെങ്കിൽ ഇതെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഓരോന്നിലും കോമ്പറ്റീഷൻ ജനറിക് ആയിട്ടുള്ള പോയിന്റ്സ് കറന്റ് കൊടുത്തിട്ടുണ്ട്. എക്സിബിറ്റ് വായിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് എന്തായാലും ആഡ് ചെയ്യാൻ ഓർക്കുക. അപ്പൊ ജനറിക് ആയിട്ടുള്ള പോയിന്റ്സ് എന്താന്ന് നോക്കാം. കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ DKK ക്യാൻ മിറ്റിഗേറ്റ് ദിസ് റിസ്ക് ത്രൂ എന്താ, കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാ. ആ ഡിഫറൻസിയേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളതാ. കണ്ടിന്യൂസ് ഇന്നോവേഷൻ, സ്ട്രോങ്ങർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, ഇംപ്രൂവ് ഡിജിറ്റൽ എൻഗേജ്മെന്റ്, ലോയൽറ്റി പ്രോഗ്രാം. ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് തന്നെ നമ്മൾ ഒരു വർഷത്തേക്ക് പേയ്മെന്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ സ്വിച്ച് ചെയ്യില്ല. ഞാൻ എന്തായാലും ഒരു വർഷത്തേക്ക് ഓൾറെഡി കൊടുത്തു പോയിട്ടുണ്ടല്ലോ, അല്ലെ, അതാണ് ലോയൽറ്റി പ്രോഗ്രാം. അപ്പോ അങ്ങനെ രീതിയിലുള്ള പാക്കേജസും കാര്യങ്ങളും കൊണ്ടുവരാം. നിങ്ങൾ ഒരു എല്ലാ ബിസിനസ്സുകളും ഒന്നും അങ്ങനെ ചെയ്തു തുടങ്ങിയില്ല ഇപ്പോഴും മാർക്കറ്റിൽ, എസ്പെഷ്യലി കേരള മാർക്കറ്റിലൊക്കെ അതിന് ഭയങ്കര സ്കോപ്പ് ഉണ്ട്. ഇപ്പം ഒരുപാട് ഫേമുകൾ ഇപ്പം ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ സലൂൺസ് തന്നെ 3-year പാക്കേജ് എന്നൊക്കെ പറഞ്ഞിട്ട് മേ ബി ഒരു 25,000 തന്നാൽ മതി, എപ്പോ വേണമെങ്കിലും ഇത്ര പ്രാവശ്യം വരാം. കാർ വാഷ് ക്ലയന്റുകൾ അത് ചെയ്തിട്ടുണ്ട്, അല്ലെ. എന്ന് വെച്ചാൽ ഒരു തവണ കാർ വാഷ് ചെയ്യുമ്പോൾ 500-600 ആണ്. അപ്പൊ നമ്മുടെ ഒരു ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബൾക്ക് ആയിട്ട് പാക്കേജസ് ചെയ്യാറുണ്ട്, ലോയൽറ്റി പ്രോഗ്രാംസ്. ഓക്കെ, അതൊക്കെ പറഞ്ഞ സമയം പോയി. ഇനി ഓക്കെ, സെക്കൻഡ് വൺ, ലാക്ക് ഓഫ് സ്യൂട്ടബിളി സ്കിൽഡ് ആൻഡ് എക്സ്പീരിയൻസ് സ്റ്റാഫ്. അതിനെന്ത് ചെയ്യാം, CPDയും ട്രെയിനിങ് ആൻഡ് CPDയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കോമ്പറ്റേറ്റീവ് റെമ്യൂണറേഷൻ, എംപ്ലോയി എൻഗേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സ്, കരിയർ പ്രോഗ്രഷൻ ഓപ്പർച്യൂണിറ്റീസ്, റിട്ടൻഷൻ ഫോക്കസ്ഡ് HR പ്രാക്ടീസസ്, സ്ട്രോങ് റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി. ഈ സ്ട്രോങ് റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജീസ് എന്ന് ഉദ്ദേശിച്ചത് ബേസിക്കലി ഇന്റർവ്യൂ സ്ട്രോങ് ആക്കുക എന്നുള്ളത്, ഇന്റർവ്യൂ ടൈറ്റ് ആക്കുക, അപ്പൊ നല്ല കാൻഡിഡേറ്റ്സിനെ കിട്ടുമെന്നുള്ളത്. തേർഡ് വൺ, ഡാമേജ് റെപ്യൂട്ടേഷൻ. ഓക്കെ, അതൊരു പൊട്ടൻഷ്യൽ റിസ്ക് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രിക്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്, മാൻഡേറ്ററി പാച്ച് ടെസ്റ്റിംഗ്, ഇതൊക്കെ DKK ഓൾറെഡി ചെയ്യുന്നുണ്ട്.
സ്റ്റാഫിന്റെ ട്രെയിനിങ് കൊടുക്കുക, സർവീസ് ക്വാളിറ്റി മോണിറ്ററിങ്, ഇഫക്റ്റീവ് കംപ്ലൈന്റ് ഹാൻഡ്ലിംഗ് സിസ്റ്റം. ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലും അത് എസ്കലേറ്റഡ് ആയി പോകാതെ സോർട്ട് ഔട്ട് ചെയ്യുക എന്നൊരു സംഗതി ഉണ്ടല്ലോ. അതേപോലെ ക്രൈസിസ് മാനേജ്മെന്റ് സിസ്റ്റം. തേർഡ് വൺ, എനർജി ആൻഡ് വാട്ടർ പ്രൈസ് വോളറ്റിലിറ്റി. ഇത് ഓരോ പ്രാവശ്യം ഓരോ പ്രൈസ് ആണ് വാട്ടർ ഇൻറ്റു എനർജിയുടെ കേസ്. അപ്പൊ നമുക്കത് ഓക്കെ. റെപ്യൂട്ടേഷണൽ ഡാമേജ് മിറ്റിഗേറ്റ് ചെയ്യാൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കസ്റ്റമേഴ്സിനെ കൊണ്ട് സൈൻ ചെയ്യിച്ചാൽ പോരെ. എക്സ്പ്ലെയിനിങ് ഇഫ് ദർ ആർ എനി ഹെൽത്ത് ഇഷ്യൂസ് DKK വിൽ നോട്ട് ബി റെസ്പോൺസിബിൾ ഫോർ ദിസ്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ് ഉണ്ട്. അവരുടെ ഒരു നോട്ട് പോലെ ഒരു അറിയാം എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ തന്നെ ചില മെഡിസിന്റെ ഒക്കെ ബാക്കിൽ കാണാറില്ലേ ചെറിയ കുട്ടികൾ യൂസ് ചെയ്യരുതെന്നുള്ളത്. അപ്പൊ അത് പ്രത്യേകം പറഞ്ഞാലും മതി, ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ അങ്ങനെ പറയാം. യെസ്. Okay, so this DKK may mitigate this risk through investment in energy efficient equipment, water saving technologies, better monitoring of utility usage, sustainability focused operation improvement. Sustainability focused എന്ന് പറഞ്ഞാൽ കുറച്ച് ഇക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. വാട്ടർ യൂസേജിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതേപോലെ എനർജി യൂസേജിന് പകരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന എനർജി കുറയ്ക്കുക എന്നുള്ള രീതിയിൽ. ഓക്കെ, ദെൻ സസ്റ്റൈനബിലിറ്റി കൺസേൺസ്. What we can do is we can adopt sustainable products. അല്ലെ, ഗ്രീൻ സലൂൺ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് ആൻസറിൽ ആഡ് ചെയ്യാം. ഗ്രീൻ സലൂൺ ഇനീഷ്യേറ്റീവ്സ്, ഇംപ്രൂവിംഗ് റീസൈക്ലിംഗ് ഇനീഷ്യേറ്റീവ്സ്. ഇൻഡസ്ട്രിയിൽ ആകെ 20% റീസൈക്കിൾഡ് ആവുന്നുള്ളൂ, 80% വീണ്ടും അല്ലെ റീസൈക്കിൾ ചെയ്യാൻ പറ്റാതെ മാർക്കറ്റിലേക്ക് തള്ളപ്പെടുകയാണ്. ദെൻ റിഡ്യൂസിംഗ് വേസ്റ്റ് ജനറേഷൻ, ഇംപ്രൂവിംഗ് ESG കമ്മ്യൂണിക്കേഷൻ, സ്ട്രെങ്തനിങ് എൻവയോൺമെന്റലി റെസ്പോൺസിബിൾ പ്രാക്ടീസ്. ഇതിനെപ്പറ്റി കാര്യമായിട്ട് ഞാൻ താഴെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ക്വിക്ലി പോകുന്നത് സസ്റ്റൈനബിലിറ്റി ഒക്കെ. Then availability and price of products under exclusivity contracts. Okay, so we should mitigate this risk through strong supplier relationship management, long term agreements. അതായത് നമ്മളൊരു എഗ്രിമെന്റ് ഒപ്പിട്ടു എന്ന് പറയുന്ന സമയത്ത് അതില് പ്രൈസും അല്ലെ, ഇന്ന പ്രോഡക്ട്സ് ഇന്ന സ്റ്റൈലിംഗ് ടൂൾസ് ഒക്കെ ഇത്ര കാലത്തേക്ക് ഇന്ന പ്രൈസിൽ കിട്ടണം എന്ന രീതിയിൽ പറയുമ്പോഴേക്കും നമുക്ക് ആ പ്രൈസിന്റെ കാര്യത്തിലൊന്നും പ്രശ്നം വരത്തില്ല. പിന്നെ എല്ലാ പ്രോഡക്ട്സും ചോദിക്കുന്ന സമയത്ത് തന്നെ അവൈലബിൾ ആയിരിക്കണം. അതൊക്കെ നമ്മൾ ഈ കോൺട്രാക്ട്സിലേക്ക് തന്നെ കൊണ്ടുവരാം. ലിമിറ്റഡ് യൂസേജ് ഓഫ് സോഷ്യൽ മീഡിയ, അങ്ങനെ ഒരു റിസ്ക് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? വി കൻ സ്ട്രെങ്തൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാപ്പബിലിറ്റീസ്, ഇൻക്രീസിംഗ് സോഷ്യൽ മീഡിയ, കൊളാബറേഷൻ വിത്ത് ഇൻഫ്ലുവൻസേഴ്സ്. അല്ലെ, യൂഷ്വലി ഒരു സലൂൺ സൈഡിൽ നിന്ന് ചിന്തിച്ചു നോക്കുക. ഇനി അടുത്തത് വെബ്സൈറ്റ് എക്സ്ട്രാക്റ്റിൽ മിഷൻ, വിഷൻ, വാല്യൂസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. സാധാരണ എല്ലാ ക്വസ്റ്റ്യനും ഇതുവരെ നമ്മൾ ചെയ്ത SBLന്റെ എല്ലാ ക്വസ്റ്റ്യനിലും നമുക്കറിയാം മിഷനും വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസ് ഒക്കെ ആയിട്ട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിനാരിയോ സാധാരണ മിക്ക എക്സാമിനും കാണാറുണ്ട്. ഓക്കെ, നമ്മളിവിടെ വലിയ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് പറയുന്നു, ആ കമ്മിറ്റ്മെന്റിനോട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സിനാരിയോ വരാം. സസ്റ്റൈനബിലിറ്റിയുടെ കാര്യം നമ്മൾ എടുത്തു പറയുന്നു, എന്നിട്ട് സസ്റ്റൈനബിൾ അല്ലാത്ത പ്രാക്ടീസസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോ എന്തൊക്കെയാ നോക്കാം. അപ്പൊ ഇതിലുള്ള കുറച്ച് കോൺഫ്ലിക്റ്റിംഗ് സിനാരിയോസ് പറയാണ്. സസ്റ്റൈനബിലിറ്റി വാല്യൂ വേഴ്സസ് ഓപ്പറേഷണൽ റിയാലിറ്റി. അതായത് we states that it is committed to protecting natural environment. However, the scenario highlights water and electricity consumption. നമുക്ക് ഒരുപാട് കെമിക്കൽ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് വരുന്നുണ്ട് അല്ലെ. അതേപോലെ സസ്റ്റൈനബിലിറ്റി ഇനിഷ്യേറ്റീവ്സ് ഒന്നും വലിയ കാര്യമായിട്ട് നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്ത് കണ്ടിട്ടാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്നത് നമ്മുടെ വാല്യൂ ആയിട്ട് എഴുതുന്നത്? റീസൈക്ലിങ്ങിന് പോലും ഒരു പ്രോപ്പർ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടില്ല. അതേപോലെ പ്രീമിയം ബ്രാൻഡ് വിഷൻ ആണ് എന്ന് പറയുന്ന സമയത്തിന് നമ്മുടെ ടെക്നോളജി സിസ്റ്റംസ് എല്ലാം പ്യുവർലി വീക്ക് ആണ് അല്ലെ. നമ്മളിവിടെ പറയുന്നുണ്ട് വെരി ബെസ്റ്റ് ഇൻ ഹെയർ ഡ്രസ്സിംഗ് എന്ന സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. സ്റ്റിൽ വി ആർ യൂസിംഗ് പേപ്പർ ബേസ്ഡ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, മാനുവൽ ഇൻവെന്ററി റെക്കോർഡ്സ്, ലിമിറ്റഡ് സോഷ്യൽ മീഡിയ യൂസേജ്. നമുക്ക് ആ ഒരു പ്രീമിയം ഫീൽ അവിടെ കിട്ടുന്നുണ്ട്. അതായത് ഇന്നലെ പറഞ്ഞത് നമുക്ക് നമ്മുടെ പ്രീമിയം പൊസിഷനിങ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഔട്ട്ഡേറ്റഡ് സിസ്റ്റംസ് ആയിട്ട് കസ്റ്റമേഴ്സിനെ ഫീൽ ചെയ്യും. നെക്സ്റ്റ് വൺ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. കുറച്ച് ഗ്രാഫിലായിട്ടാണ് തന്നിരിക്കുന്നത്, നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, ഫസ്റ്റ് വൺ റവന്യൂ. ഓവർ ദ പീരിയഡ്സ് റവന്യൂ കൺസിസ്റ്റന്റ്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഗ്രോത്ത് സൈഡ് നോക്കാനാണെങ്കിൽ ഇവിടെയൊക്കെ കുറച്ച് സ്റ്റീപ്പറായിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. 2024 നിന്ന് 2025 വരുമ്പോൾ അത്രയും സ്റ്റീപ്പർ കാണുന്നില്ല. ആ സ്റ്റീപ്നെസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് $20 മില്യൺ ടച്ച് ചെയ്യേണ്ടതായിരുന്നു. അത്രയും ടച്ച് ചെയ്തിട്ടില്ല. 19 ടച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. മാർക്കറ്റ് മെച്ചൂർ ആയതുകൊണ്ടോ, കോമ്പറ്റീഷൻ കൂടിയത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജി വീക്ക് ആയതുകൊണ്ടോ, സോഷ്യൽ മീഡിയ യൂസേജ് കുറഞ്ഞത് കൊണ്ടോ, ഇതൊക്കെ ആയിരിക്കാം. അങ്ങനെ അതില്ലാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. പല റീസൺസ് പറയാം കേട്ടോ റവന്യൂ കുറഞ്ഞതിന്. പക്ഷെ ദാറ്റ് ഷുഡ് നോട്ട് കം ഇൻ കോൺഫ്ലിക്ട് വിത്ത് അനദർ തിങ് സ്റ്റേറ്റഡ് ഇൻ ദ സിനാരിയോ. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ
എത്രയാണ് റവന്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എബവ് 19 എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് 19 പോയിന്റ്, നമ്മുടെ ഒരു കണക്കൂട്ടൽ 19.15 കിടക്കട്ടെ, അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇത് 19.2 എന്ന് ചിലർ പറയാം, 19.3 എന്ന് പറയാം. അത് അങ്ങനെയുള്ള നമ്പേഴ്സ് എക്സാക്ട്ലി ഉപയോഗിക്കുന്നത് എക്സാമിനർ തരും, അടുത്ത എക്സ്പെരിമെന്റിൽ ചിലപ്പോൾ തരും, അതിനെപ്പറ്റി നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ആസ് ഓഫ് നോ ഇങ്ങനെ പറയാം, റവന്യൂ കൺസിസ്റ്റന്റ്ലി ഗ്രോയിങ് ആയിരുന്നു, പക്ഷെ ലാസ്റ്റ് ഇയറിൽ ആ ഗ്രോത്തിൽ ചെറിയ ഡിപ്പ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ റവന്യൂ കൂടിയിട്ടുണ്ട്, പക്ഷെ പെർസെന്റേജ് ഓഫ് ഗ്രോത്തിൽ കുറച്ച് ഡിപ്പ് വന്നിട്ടുണ്ട്, അല്ലെ, വിച്ച് ഇസ് നോട്ട് എ ഗുഡ് സൈൻ. അതിന്റെ റീസൺസ് പറയാം. പിന്നെ അടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റവന്യൂ ഔട്ട് ഓഫ് 100% റവന്യൂ ഇനീഷ്യലി ഒക്കെ 2021 നോക്കുന്ന സമയത്ത് 94% ഹെയർ ഡ്രസ്സിംഗ് സർവീസും ബാക്കി 6%, അല്ലെ, 6.1 എന്ന രീതിയിൽ നമുക്ക് ആ ഒരു 6.2 എന്ന് പറഞ്ഞിട്ട് നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. വളരെ റീസെന്റ് നമുക്ക് എന്താണ് 6.2-ൽ നിന്ന് 6.1-ലേക്ക് കുറഞ്ഞു. അതായത് റവന്യൂ 6.1% ഓഫ് ദി ടോട്ടൽ റവന്യൂ ഇസ് നൗ കമ്മിങ് ഫ്രം റീറ്റെയിൽ സർവീസസ്. ഇനീഷ്യലി 6.2 വരുന്നു. ഓക്കെ, അപ്പോ ഹെയർ കെയർ പ്രോഡക്ട്സിന്റെ സെയിൽസ് കുറഞ്ഞതാവാം, ഓർ അല്ലെ, അതായിരിക്കും ഒരു റീസൺ. അതെന്തുകൊണ്ടാണ് കുറഞ്ഞത്? ഹെയർ ഡ്രസ്സേഴ്സിന്റെ റെക്കമെൻഡേഷൻ, ഹെയർ ഡ്രസ്സേഴ്സിന്റെ സ്കിൽസും സെയിൽസ് സ്കിൽസും കാര്യങ്ങളൊക്കെ അഫക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ അതാണ് അനാലിസിസ്. അനാലിസിസ് സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്നത് സമയത്ത് പ്രൊഫഷണൽമാർക്ക് 4 മാർക്ക് കിട്ടണമെങ്കിൽ വി ഹാവ് ടു ടോക്ക് ബിഹൈൻഡ് ദ നമ്പേഴ്സ്. നമ്പേഴ്സിന്റെ പുറകിലുള്ള റീസൺ ഐഡന്റിഫൈ ചെയ്യും. ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു, വിച്ച് ഇസ് ഓൾവേസ് എ ഗുഡ് തിങ്. കാരണം കോസ്റ്റ് ഇവിടെ കൂടുന്നതിനേക്കാളും കൂടുതൽ പെർസെന്റേജിൽ റവന്യൂ കൂടുന്നുള്ളത് കൊണ്ടായിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നത്. പക്ഷെ ലാസ്റ്റ് ഇയറിൽ കുറയും, അതായത് റവന്യൂ കുറഞ്ഞു, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുകയും ചെയ്തു, അപ്പൊ പ്രോഫിറ്റ് മാർജിൻ അവിടെ കുറഞ്ഞു. ക്ലയന്റ് റിട്ടൻഷൻ, റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. കോമ്പറ്റീഷൻ, അല്ലെ, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം കോമ്പറ്റീഷൻ എന്നുള്ളത്. സ്റ്റാഫ് സാറ്റിസ്ഫാക്ഷൻ ഇടയ്ക്ക് ഇങ്ങനെ കുറഞ്ഞു, വീണ്ടും കൂടി, വീണ്ടും കുറഞ്ഞു, ഭയങ്കരമായിട്ട് കുറഞ്ഞു. സ്റ്റാഫ് ഇപ്പൊ ഹാപ്പി അല്ലെങ്കിൽ, ഓർഗനൈസേഷൻ എംപ്ലോയീസ് ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ, ഹൗ ആർ ദേ ഗോയിങ് ടു റെക്കമെൻഡ്? ബിക്കോസ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് ഒരു കമ്മീഷനും മേടിക്കാതെ എങ്ങനെയാണ് പിന്നെ ഹെയർ കെയർ പ്രോഡക്ട്സിനെ പറ്റിയിട്ട് ക്ലയൻസിന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ? അല്ലെ, അത് അവരുടെ വോളണ്ടിയറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും കാര്യമായിട്ട് തന്നെ വായിച്ചു വെക്കുക. ഓക്കെ, തന്നിരിക്കുന്ന ഡേറ്റ് വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് മാത്രമേ ഉള്ളൂ. യു ഹാവ് ടു ബ്രിങ് മോർ തിങ്സ് വെൻ അതർ ഇൻഫർമേഷൻ ഫ്രം എക്സിബിറ്റ്സ് ഇസ് അവൈലബിൾ. അപ്പൊ റവന്യൂ ഹാസ് ഇൻക്രീസ് കൺസിസ്റ്റന്റ്ലി ഓവർ 5-year പീരീഡ്, ഗ്രോയിങ് ഫ്രം 16 മില്യണിൽ നിന്ന് 19 മില്യന്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്, അല്ലെ. അത് എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പ്ലീസ് ടു ബ്രിങ് പെർസെന്റേജ് വെൻ യു ഗെറ്റ് ഇൻഫർമേഷൻ. 19.5 ആണെങ്കിൽ നിങ്ങൾ റവന്യൂ ഹാസ് ബീൻ ഇൻക്രീസ് ബൈ ദസ് മച്ച് പെർസെന്റേജ്, ആ പെർസെന്റേജ് കൃത്യമായിട്ട് കൊണ്ടുവരൂ, എന്നിട്ട് അത് ആൻസറിലേക്ക് എഴുതി. ഓക്കെ, അപ്പൊ ബിസിനസിന്റെ ഇതിനർത്ഥം ബിസിനസ് കണ്ടിന്യൂഡ് അട്രാക്ടിങ് കസ്റ്റമേഴ്സ്. നമ്മൾ ഒരു നമ്പർ 1 ബ്രാൻഡാണ്, ഈ സെഗ്മെന്റിൽ നമ്പർ 1 ബ്രാൻഡാണ്. ലോങ് ഹെറിറ്റേജ് നമ്മൾ പറയുന്നുണ്ട്, 40 ഇയേഴ്സിന്റെ ഹെറിറ്റേജ് നമ്മൾ പറയുന്നുണ്ട്, അല്ലെ. അപ്പൊ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ കാര്യങ്ങളുള്ള വി സ്റ്റിൽ അട്രാക്ട് കസ്റ്റമേഴ്സ്. ഹവർ റേറ്റ് ഓഫ് ഗ്രോത്ത് കുറച്ച് കുറവാണ്. അതിന്റെ റീസൺ ആണ് കോമ്പറ്റീഷനും സാച്ചുറേഷനും ഡിഫറൻസിയേഷൻ ഒന്നും വർക്ക് ആവുന്നില്ല, അല്ലെ. കസ്റ്റമർ അക്യൂസിയേഷൻ ഒക്കെ കുറയുന്ന കാര്യങ്ങൾ പറയുന്നു. അതേപോലെ റവന്യൂ കമ്പോസിഷൻ ഉദ്ദേശിച്ചത് നമ്മുടെ 6.1 ആണ്, ഏതാ, റീറ്റെയിൽ പ്രോഡക്ട്സിന്റെ കാര്യം. അതിന്റെ റീസൺ ആണ് റിഡ്യൂസ്ഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ, ഇൻക്രീസ് കോമ്പറ്റീഷൻ ഫ്രം ഓൺലൈൻ റീറ്റെയിലേഴ്സ്. ഇതിനാണ് ഹെയർ കെയർ പ്രോഡക്ട്സ്. അത് നമ്മുടെ എക്സ്ക്ലൂസിവിറ്റി അഗ്രിമെന്റ്സിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. മേ ബി നമുക്ക് തന്ന എക്സ്ക്ലൂസിവിറ്റി അഗ്രിമെന്റ് ഓഫ്ലൈൻ ആയിട്ടുള്ള സെയിൽസ് മാത്രമായിരിക്കാം, ഓൺലൈൻ സെയിൽസിന് മറ്റൊരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാസീവ്ലി എഫക്റ്റീവ്. പക്ഷെ അങ്ങനെയൊന്നും കൊടുത്തതായിട്ട് ഇൻഫർമേഷൻ ഇല്ല. അത് മാത്രമല്ല 6.2 6.1 ഒരു ചെറിയൊരു കുറവാണ്. അപ്പൊ അത് പ്രോബബ്ലി കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ മാറിയത് കൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ, അത് തന്നെയായിരിക്കും മോസ്റ്റ്ലി. അവർ ഹാപ്പി അല്ലല്ലോ, എംപ്ലോയീസ് ഹാപ്പി അല്ലേ. വീക്കർ റീറ്റെയിൽ കൺവേർഷൻ റേറ്റ്സ്, കൺവേർട്ട് ആവുന്നില്ല എന്നുള്ളത്. പിന്നെ കോസ്റ്റിന്റെ കാര്യം, കോസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോസ്റ്റ് കൂടാനുള്ള റീസൺ ഇൻഫ്ലേഷൻ. ഫസ്റ്റ് തിങ് ഇൻഫ്ലേഷൻ. എല്ലാ വർഷവും എല്ലാത്തിന്റെയും കോസ്റ്റ് കൂടും, അല്ലെ. പെട്രോൾ ഡീസൽ ഒക്കെ വില വർദ്ധിച്ചു എന്ന് പറയുന്ന പോലെ. റൈസിംഗ് ലേബർ കോസ്റ്റ്, മാർക്കറ്റിൽ ഒരു ഷോർട്ടേജ് ഓഫ് സ്കിൽ ലേബർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എംപ്ലോയ് ചെയ്തിരിക്കുന്ന മുഴുവനും സ്കിൽഡ് ലേബേഴ്സ് ആണ്. അവരെന്തായാലും അവരുടെ സാലറി വേജസ് കൂട്ടി ചോദിക്കാം, അപ്പൊ ലേബർ കോസ്റ്റ് കൂടും. ഇൻഫ്ലേഷണറി പ്രഷേഴ്സ്, യൂട്ടിലിറ്റി കോസ്റ്റ് കൂടുന്നു. റീഫർബിഷ്മെന്റ് എക്സ്പെൻഡിച്ചർ എവറി 3 years, അല്ലെ. അപ്പൊ എവറി 3 years എന്ന് പറയുമ്പോൾ ദിസ് മൈറ്റ് ബി ദ തേർഡ് ഇയർ. അതുകൊണ്ടായിരിക്കും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒക്കെ അത്രയും കുറഞ്ഞ് ഇരിക്കുന്നത്, കോസ്റ്റ് അത്രയും കൂടി നിൽക്കുന്നത്. ചിലപ്പോൾ ആ തേർഡ് ഇയർ സിനാരിയോ ആയിരിക്കും ഇത്. മെയിൻറ്റെയിനിങ് പ്രീമിയം സർവീസ് സ്റ്റാൻഡേർഡ്, അതിനൊരു കോസ്റ്റ് എന്തായാലും വരും.
സപ്ലയറിന്റെ കോസ്റ്റ് ഏതാ? ലോണ്ടറി ഫെസിലിറ്റി മറ്റ് ചെലവുകളൊക്കെ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇനി സെപ്പറേറ്റ് പറയേണ്ട കാര്യമൊന്നും ഇല്ല. ബേസിക്കലി റവന്യൂ എങ്ങനെ കൂടി, കോസ്റ്റ് എങ്ങനെ കൂടുന്നു എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞതിനും സെയിം റീസൺസ് തന്നെ നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, ദെൻ ക്ലയന്റ് റിട്ടൻഷൻ. ക്ലയന്റ് റിട്ടൻഷൻ നമുക്ക് എന്താ, റിട്ടൻഷൻ ഷാർപ്ലി കുറഞ്ഞു അല്ലെ. 81 നിന്ന് 84% വന്നിട്ട് വീണ്ടും ഭയങ്കര ഭയങ്കരമായിട്ട് കുറഞ്ഞു, 81% കുറഞ്ഞു. ഓക്കെ, ദിസ് ഡിക്ലൈൻ മേ സജസ്റ്റ് ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ, വീക്കണിങ് കസ്റ്റമർ ലോയൽറ്റി. നമ്മൾ വിചാരിച്ചത് ഇത്രയും കാലം കസ്റ്റമേഴ്സിന് ലോയൽറ്റി ഉണ്ടെന്ന്, ലോയലാണ്, എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടേക്ക് തന്നെ തിരിച്ചു വരുന്ന കസ്റ്റമേഴ്സ്. അങ്ങനെയല്ല. ചിലപ്പോ തൊട്ടടുത്ത സലൂൺ, പുതിയൊരു നീഡ് സലൂൺ തുടങ്ങിയിട്ട് അവര് എന്താ പറയാ, ഓഗ്മെന്റഡ് റിയാലിറ്റി വെച്ചിട്ട് ഹെയർ സ്റ്റൈൽ കാണിച്ചു കൊടുക്കുന്ന ഒരു ടെക്നോളജി അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതില്ല. അപ്പൊ ആ ടെക്നോളജി എന്താന്ന് ഒന്നറിയാനും അല്ലെ, അതെന്തായാലും ഒരു ഫാന്റസി കൊണ്ടുവരുന്ന ഒരു ഫാൻസി സംഭവമാണ് എന്തായാലും. അപ്പൊ അവർ അത് ചെയ്യും. റൈറ്റ്. ദെൻ ഇൻകൺസിസ്റ്റന്റ് സർവീസ് ക്വാളിറ്റി. ഇൻകൺസിസ്റ്റന്റ് സർവീസ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സലൂൺസ് 50 സലൂൺ ആകുമ്പോൾ ആദ്യം ഇവര് 10 സലൂൺ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെ, നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെ പറയാറില്ലേ, ഇവര് 10 സലൂൺസ് ഉണ്ടായിരുന്ന സമയത്തെ സർവീസ് ക്വാളിറ്റി ഇപ്പൊ കിട്ടുന്നില്ലല്ലോ. ഓക്കെ, അതാണ് ഇൻകൺസിസ്റ്റന്റ് സർവീസ് ക്വാളിറ്റി. സ്റ്റാഫ് ടേൺ ഓവർ ഇഷ്യൂസ്, റെഡ്യൂസ് ഡിഫറൻസിയേഷൻ അല്ലെ, ഇതൊരു വലിയ കാര്യമാണ്. ലാക്ക് ഓഫ് ഡിജിറ്റൽ ടെക്നോളജി ആൻഡ് സോഷ്യൽ മീഡിയ മൈറ്റ് ഹാവ് അഫക്റ്റഡ്. നമ്മൾ അങ്ങനെ ഇങ്ങനെ എടുത്ത റീസൺസ് പറയുമ്പോഴേ മൈറ്റ് ഹാവ് അഫക്റ്റഡ് എന്നേ പറയാൻ പറ്റില്ല, കാരണം എക്സിബിറ്റ് നമുക്ക് അവൈലബിൾ അല്ല അല്ലെ. അപ്പോൾ ഇതൊക്കെ ഒരു കാരണമാകാം എന്നേ പറയാവുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കാം, നമ്മൾ പി എമ്മിലൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന. അടുത്ത സ്റ്റാഫ് സാറ്റിസ്ഫാക്ഷൻ, അതും ഭയങ്കരമായിട്ട് കുറയാണ്. റീസൺ എന്താ? ഇൻക്രീസ് വർക്ക് ലോഡ് പ്രഷർ. ഷോർട്ടേജ് ആയതുകൊണ്ട് ചിലപ്പോൾ വർക്ക് ലോഡ് കൂടിയിട്ടുണ്ടാവാം. എംപ്ലോയി സ്ട്രെസ്, ലേബർ ഷോർട്ടേജസ്, ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് വർക്കിംഗ് കണ്ടീഷൻ, വെൻ മൈ കോമ്പറ്റീറ്റേഴ്സ്. ഓഡിബിൾ അല്ലേ? എന്തെങ്കിലും ഒരു ഡിസ്റ്റർബിങ് സൗണ്ട് ഉണ്ടായിരുന്നു? ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ചില ഇന്റർനെറ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓഫീസിൽ വന്നത്. അപ്പൊ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ സിനാരിയോ ആണ്. ഓക്കെ ആണോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാർക്കറ്റിൽ 5 ഡേയ്സേ വർക്ക് ചെയ്യേണ്ടി വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ എംപ്ലോയീസ് 6 ഡേയ്സ് വർക്ക് ചെയ്യേണ്ടി വരികയാണ്. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് വർക്കിംഗ് കണ്ടീഷൻ. ഓക്കെ, സോ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സ്റ്റാഫ് സാറ്റിസ്ഫാക്ഷൻ വരുന്ന സമയത്ത് ഹയർ എംപ്ലോയി ടേൺ ഓവർ സംഭവിക്കും. എന്ന് വെച്ചാൽ എംപ്ലോയീസ് ലീവ് ചെയ്ത് പോകും അല്ലെ. ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഹെയർ ഡ്രസ്സർക്ക് അവിടെ മാർക്കറ്റിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ ഓപ്പണിങ്സും അത്ര തന്നെ ആയിരിക്കും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഹെയർ ഡ്രസ്സർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വീക്കർ കസ്റ്റമർ സർവീസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നിടത്ത് ഞാൻ റെക്കമെൻഡേഷന്റെ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് കുറവ് വരുത്തും. സോ ദിസ് വിൽ ലീഡ് ടു റെപ്യൂട്ടേഷൻ, ദിസ് വിൽ ഡിക്ലൈൻ ക്ലയന്റ് റിട്ടൻഷൻ. അതിന്റെ ഒക്കെ റീസൺ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, സോ ബേസിക്കലി തന്നിരിക്കുന്ന നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള നമ്പേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് കഴിഞ്ഞ ഒരു 2-3 പേജസിൽ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പൊ ഇതോടെ നമ്മുടെ പ്രിസീൻ കോണ്ടന്റിലുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും നമ്മൾ ഇവിടം കൊണ്ട് കംപ്ലീറ്റ് ആവാണ്. ഇനി SBLന്റെ സിലബസുമായിട്ട് ചെറിയ ചെറിയ മാപ്പിംഗ് ഓൾറെഡി നമ്മൾ റിസ്ക് മാനേജ്മെന്റിന്റെ ഒരു മാപ്പിംഗ് നമ്മൾ ഓൾറെഡി നടത്തി കഴിഞ്ഞു, പ്രോബബിലിറ്റിയും ഇമ്പാക്റ്റും വെച്ചിട്ട്. സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പവറും ഇൻട്രസ്റ്റും വെച്ചിട്ട് ഒരു മാപ്പിംഗ് ഓൾറെഡി നമ്മൾ നടത്തി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതൊന്നും അല്ലാതെ എക്സാമിന് നമുക്ക് മേ ബി യൂഷ്വലി വരാറുള്ള സിനാരിയോസ് ഒക്കെ വെച്ചിട്ട് വെറുതെ അല്ലെ. അപ്പൊ ഇത്രയും നേരം നമ്മൾ വായിച്ച അത്രയും ഇമ്പോർട്ടൻസ് ഇനിയുള്ള 8 പേജസിന് നിങ്ങൾ കൊടുക്കണ്ട. സ്റ്റിൽ നമുക്ക് ചുമ്മാതെ നോക്കാം. ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, ലോട്ടറി അടിച്ചൊന്ന് കൂട്ടിയാൽ മതി, പെസ്റ്റ് അനാലിസിസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ ഇപ്പൊ ചോദിക്കത്തില്ല അല്ലെ. ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ചോദിക്കാൻ സാധ്യത കുറവാണ്. എന്നാലും വെറുതെ വായിച്ചിരുന്നു, നമ്മൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. മാത്രമല്ല നമുക്ക് ആകെ പ്രിസീനിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള പെസ്റ്റൽ അനാലിസിസ് ആണിത്. എക്സിബിറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ടാസ്ക് 1A, B, C ചോദിക്കുക. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. എക്സിബിറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പ്രിസീനെ ബേസ് ചെയ്തിട്ട് ഡീപ് ഡൈവും കാര്യങ്ങളൊക്കെ കുറെ ബൈഹാർട്ടും കാര്യങ്ങളും പഠിച്ചു വെച്ചു എന്നുള്ളത് കൊണ്ട് അത് എക്സാമിന് എന്താ പറയാ, അത് എഴുതി വെക്കാൻ ഒരു ശ്രമം നടത്തരുത് പ്ലീസ്. നിർബന്ധമായിട്ടും റിക്വയർമെന്റ് വായിച്ച് എന്താണോ എക്സാമിനർ ചോദിച്ചത് അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്ക് മാത്രമേ അവിടെ കൊടുക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ പഠിച്ച എല്ലാ കാര്യവും കൂടെ കൊണ്ടു ചെന്ന് തള്ളി മറിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ പെസ്റ്റൽ പൊളിറ്റിക്കൽ സൈഡിൽ പറയാനാണെങ്കിൽ അങ്ങനെ ഗവൺമെന്റിന്റെ ഒരു കാര്യം, ഒരു സ്റ്റേക്ക് ഹോൾഡർ ആയിട്ട് ഗവൺമെന്റിന്റെ കാര്യം പറയുന്നുണ്ട് എന്നതല്ലാതെ നമ്മളൊരു ഡെവലപ്ഡ് കൺട്രിയാണ്, സ്റ്റേബിൾ ഇക്കണോമിയാണ്. അവിടെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയോ വാറോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. സോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് സീംസ്
പ്രിറ്റി വെൽ. ഇക്കണോമിക് ഫാക്ടേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈവൻ ദോ നമ്മളിപ്പോ കറന്റ് നമ്മളൊരു ഡെവലപ്ഡ് കൺട്രിയാണ്, സ്റ്റേബിൾ ഇക്കണോമിയാണ് എന്നൊക്കെ പറഞ്ഞാലും നാളെ ഒരു ഇക്കണോമിക് ഡൗൺ ടേൺ വരാം അല്ലെ? അങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമായിട്ട് അത് ബാധിക്കാൻ പോകുന്നില്ല എന്ന് DKK പറയുന്നുണ്ട്. അല്ലെ, വി ആർ മച്ച് മോർ ഇമ്മ്യൂൺ ദാൻ അതർ സലൂൺസ് ബിക്കോസ് ഓഫ് അവർ വെൽത്തി അഫ്ലുവൻ കസ്റ്റമർ ബേസ്. സോഷ്യൽ ഫാക്ടർ സൈഡിൽ പറയാനാണെങ്കിൽ ദർ ഇസ് എൻ ഇൻക്രീസിംഗ് ഇൻട്രസ്റ്റ് ഫ്രം ദ കസ്റ്റമർ സൈഡ് ദാറ്റ് ദേ വാണ്ട് ടു ലുക്ക് ആൻഡ് ഫീൽ ഗുഡ് അല്ലെ? അതുകൊണ്ട് സലൂണിലൊക്കെ പോയി കുറച്ച് അധികം സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു കൾച്ചർ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ സോഷ്യൽ ഫാക്ടേഴ്സും നമുക്ക് അനുകൂലമാണ്. ടെക്നോളജി ഫാക്ടേഴ്സിൽ നമ്മൾ വളരെ മോശമാണ്. ഹവർ ദ ഇൻഡസ്ട്രി ആസ് എ ഹോൾ ഇസ് ട്രാൻസ്ഫോമിംഗ് ത്രൂ ഓൺലൈൻ ബുക്കിംഗ് സിസ്റ്റം, CRM, അതേപോലെ AR ഓഗ്മെന്റഡ് റിയാലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ലോയൽറ്റി പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്. സോ DKK ഹാവ് ടു ഗോ ത്രൂ സം കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് പാർട്ട് ഇസ് ഗുഡ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ വി ഹാവ് കൺസേൺസ്, കെമിക്കൽ വേസ്റ്റും പ്ലാസ്റ്റിക് യൂസേജും റീസൈക്ലിങ്ങും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ DKK ഷുഡ് ട്രൈ ടു അഡോപ്റ്റ് മോർ ഇക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ്. ലീഗൽ ഫാക്ടേഴ്സിൽ ഈവൻ ദോ നമ്മള് ഹെയർ ഡ്രസ്സിങ്ങിന് അങ്ങനെ പ്രത്യേകിച്ച് റെഗുലേഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും ആ കൺട്രിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അതേപോലെ എംപ്ലോയ്മെന്റ് പ്രൊട്ടക്ഷൻ, ഡേറ്റ പ്രൊട്ടക്ഷൻ, ഡാറ്റ പ്രൈവസി, അങ്ങനെയുള്ള ഒരുപാട് ലോസ് നിലകൊള്ളുന്നുണ്ട് വിച്ച് വി ഷുഡ് കംപ്ലൈ വിത്ത്. ഓക്കെ, ഇനി അടുത്തത് ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് സൈഡിൽ പറയാനാണെങ്കിൽ ഇനി നമ്മുടെ പോർട്ടേഴ്സിന്റെ ഫൈഫോസ് അനാലിസിസ്, നമ്മളൊരു ഇന്റേണൽ എൻവയോൺമെന്റ് ഒക്കെ നോക്കുമ്പോൾ അല്ലെ, ഈ ഇൻഡസ്ട്രിയുടെ ഒരു അട്രാക്റ്റീവ്നെസ് ഒക്കെ പറയുന്ന സമയത്ത് ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ് ഇൻ ദിസ് ഇൻഡസ്ട്രി ഈസ് വെരി ഹൈ. എന്തുകൊണ്ട് അത് ഹൈ ആയിട്ടുള്ളത്? അതാണ് ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, കോമ്പറ്റീഷൻ വെരി ഹൈ. ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ? ഹെയർ മുടി വെട്ടണമെങ്കിൽ നമുക്ക് അല്ലെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എന്താ? ഒന്ന് കോമ്പറ്റീഷൻ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ, അല്ലാതെ DIY ഓർക്കുന്നുണ്ടോ? DIY, ഡു ഇറ്റ് യുവർ സെൽഫ് ഹെയർ കെയർ പ്രോഡക്ട്സ്, അതാണ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു മീഡിയം എന്ന രീതിയിൽ പ്ലേസ് ചെയ്യുന്നത്. മുടി ഹോം കളറിംഗ് കിറ്റ്സ് അവൈലബിൾ ആണ്, ഓൺലൈൻ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്, ഇന്റർനെറ്റ് വീഡിയോ ഗൈഡ്സ് അവൈലബിൾ ആണ് അല്ലെ? ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം എന്ന രീതിയിൽ അത് സബ്ജക്റ്റീവ് ആണ് ഇതൊക്കെ. അഗെയിൻ, ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയേഴ്സ് ഹൈ ആണ്. സപ്ലയേഴ്സിന് ബാർഗെയിനിങ് പവർ ഭയങ്കര കാര്യമായിട്ടുണ്ട്. അത് ആർക്കാ ഉള്ളത്? എക്സ്ക്ലൂസീവ് എഗ്രിമെന്റ് എഴുതി വെച്ച സപ്ലയേഴ്സ്. അവർ പറയുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ നടക്കുക. കാരണം നമ്മൾ ഓൾറെഡി കസ്റ്റമേഴ്സ് നമ്മൾ സൈൻ ചെയ്ത് പോയ ഒരു കാര്യം. ഓക്കെ, ഇടയ്ക്ക് ഒരു മാസം ഉപയോഗിച്ചിട്ട് ഇനി ഞാൻ സ്വിച്ച് ചെയ്യാൻ പോവാ, എനിക്ക് നിങ്ങളുടെ സർവീസ് പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എന്റെ കസ്റ്റമേഴ്സിന് അത് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ സ്വിച്ച് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ബാർഗെയിനിങ് പവർ ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഒരു മീഡിയം ബാർഗെയിനിങ് അല്ലെങ്കിൽ ഒരു ലോ ബാർഗെയിനിങ് പവർ എന്ന രീതിയിൽ പറയാം. കസ്റ്റമേഴ്സ് നമ്മുടെ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ വന്ന് നമ്മുടെ പ്രൈസ് എന്നല്ലേ, പ്രൈസിലല്ലല്ലോ നമ്മൾ ഗെയിം ചെയ്തത്, പ്രൈസിലല്ല. ഓക്കെ, നമ്മൾ സർവീസ് ക്വാളിറ്റി വെച്ചിട്ട് പറയുന്ന പ്രൈസ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറ്റുമെങ്കിൽ വന്നാൽ മതി എന്ന രീതിയിലാണ്. ലോ ഡയറക്ട് ബാർഗെയിനിങ് പവർ. ഓക്കെ, നമ്മുടെ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ, അതേപോലെ റവന്യൂ ജനറേഷൻ, കസ്റ്റമർ റിട്ടൻഷൻ, ഇതൊക്കെയാണ് ഇതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് കിട്ടും. അപ്പൊ ബേസിക്കലി അട്രാക്റ്റീവ്നെസ് ഓഫ് ദിസ് ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ പുതിയൊരു സലൂൺ ഇടുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോ ആണ് ബിക്കോസ് ഓഫ് ദ കോമ്പറ്റീഷൻ. ഇനി വേണമെങ്കിൽ മീഡിയം എന്ന് പറയും, കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നതാണെങ്കിൽ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് വളരെ ലോ ആണ് അല്ലെ? എന്തെങ്കിലും ഒരു ലിമിറ്റഡ് ക്യാപിറ്റൽ ഉണ്ട്, എനിക്ക് 1-2 ഹെയർ ഡ്രസ്സേഴ്സിനെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു ഈ പറഞ്ഞ ടെക്നോളജി ഉണ്ട്, ഒരു AR ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് അട്രാക്റ്റീവ്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മീഡിയം. അതൊക്കെ സബ്ജക്റ്റീവ് ആണ്. വീണ്ടും പറയാണ്, പ്യൂർലി സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്ത് തന്നെ ഇവിടെ കമന്റ് ചെയ്ത് കഴിഞ്ഞാലും പ്ലീസ് ഡു പ്രൊവൈഡ് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്ത് എഴുതുക SBL ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടാത്തതാണ്. കാരണം ജനറിക് ആണ്. വളരെ എനിക്ക് തോന്നിയ കാര്യം ഞാൻ എഴുതി. എനിക്ക് ബാർഗനിങ് പവർ ഓഫ് സപ്ലൈസ് ഹൈ ആയിട്ടാണ് തോന്നിയത്. അതേപോലെ വേറെ സപ്ലൈസിന്റെ ബാർഗനിങ് പവർ നമുക്ക് വേണമെങ്കിൽ ലോ ആയിട്ട് പറയാം. ഓരോ സലൂൺ മാനേജേഴ്സിനും അവരുടെ ലോക്കൽ നെയ്ബർഹുഡിലാണ് അവര് ലോണ്ടറി കൊടുക്കുന്നത്. അവരുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എളുപ്പത്തിൽ സ്വിച്ച് ചെയ്യും. അപ്പൊ ബാർഗനിങ് പവർ ഓഫ് ദോസ് കൈൻഡ് ഓഫ് സപ്ലൈസ് വിൽ ബി വെരി ലോ. കേട്ടോ, അത് പറയാൻ വിട്ടുപോയത്. ഓക്കെ, അപ്പൊ ആ രീതിയിലൊക്കെ പറയാം. ഓക്കെ, കമ്മിങ് ടു നെക്സ്റ്റ് വൺ, ESG അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി. നമ്മുടെ ഒരു മോഡേൺ SBL എക്സാം ഏരിയ എന്ന് പറയുകയാണ്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നമുക്ക് എക്സിബിറ്റിന്റെ ഒക്കെ അനുസരിച്ചേ വരത്തുള്ളൂ. മേ ബി 20% മാത്രം റീസൈക്കിൾ ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ നമ്മൾ 50% റീസൈക്കിൾ ചെയ്യുന്ന ടെക്നോളജി ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രാക്ടീസ് കണ്ടെത്തി എന്തെങ്കിലുമൊക്കെ വരാം. നമുക്ക് അറിയില്ലല്ലോ എക്സിബിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. സ്റ്റിൽ ജനറിക് ആയിട്ട് നമുക്ക് പറയാനാണെങ്കിൽ ESG ഓർ സസ്റ്റൈനബിലിറ്റി നമുക്ക് നോക്കാം.
Sustainability has become increasingly important within hairdressing industry because we are using a significant amount of water, electricity, chemical, plastic packaging. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് എഴുതി വെക്കാവുന്ന കാര്യമാണ് സസ്റ്റൈനബിലിറ്റി എങ്ങനെ ചോദിച്ചാൽ. ഓക്കെ, ആൻഡ് ദ ഇൻഡസ്ട്രി ജനറേറ്റ് വേസ്റ്റ് ത്രൂ ഇങ്ങനെയൊക്കെ ഹെയർ കെയർ പ്രോഡക്ട്സ്, കെമിക്കൽ ഡിസ്പോസൽ, ടവൽസ് ആൻഡ് ലോണ്ടറി യൂസേജ് എന്ന് വെച്ചാൽ വാട്ടർ യൂസേജ് ബേസിക്കലി, കാർബൺ എമിഷൻ ഫ്രം സപ്ലൈ ചെയിൻസ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ഡി കെ കെ സംബന്ധിച്ച് ഡി കെ കെ പ്രീമിയം പൊട്ടൻഷ്യൽ എൻവയോൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ഫോർ ഡി കെ കെ. നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ കെയർ പ്രോഡക്ട്സ് ഇക്കോ ഫ്രണ്ട്ലി ആക്കുക, റീസൈക്ലിംഗ് പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്യാം, വാട്ടർ സേവിംഗ് ടെക്നോളജി കൊണ്ടുവരിക, എനർജി എഫിഷ്യന്റ് എക്യുപ്മെന്റ് ലൈക്ക് സോളാർ, സസ്റ്റൈനബിൾ സപ്ലയർ സെലക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ ഏത് ക്വസ്റ്റ്യനിലായിരുന്നു, ഡൂൾസ് ചോക്ലേറ്റ് കമ്പനിയുടെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് നമുക്ക് ചോക്ലേറ്റിന് ഉണ്ടാക്കാൻ വേണ്ടി കൊക്കോ തരുന്ന സപ്ലയേഴ്സ് ചൈൽഡ് ലേബർ ഉപയോഗിക്കാത്ത ആൾക്കാരെ മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ എന്ന രീതിയിൽ, അല്ല അങ്ങനെയുള്ള സപ്ലൈസിനെ ചൂസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കസ്റ്റമേഴ്സ് അതിൽ കോൺഷ്യസ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര റെപ്യൂട്ടേഷൻ, പോസിറ്റീവ് റെപ്യൂട്ടേഷൻ തരുന്ന ഒരു കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് വൈസ് നമ്മുടെ സപ്ലയറും സസ്റ്റൈനബിൾ ആയിട്ടുള്ള സപ്ലയർ ആണെങ്കിൽ, അല്ലെ, അങ്ങനത്തെ സപ്ലൈസ് ഞങ്ങൾ യൂസ് ചെയ്യത്തുള്ളൂ എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇനീഷ്യേറ്റീവ് തന്നെയാണ്. ഓക്കെ, സോ സ്ട്രോങ് പെർഫോമൻസ് വിൽ ഇംപ്രൂവ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ, സ്ട്രെങ്തൻ അവർ കസ്റ്റമർ ലോയൽറ്റി, attract eco-conscious customers, reduce operating costs, not immediately but over time. ഓക്കെ, അപ്പൊ ഇതാണ് എൻവയോൺമെന്റ് സൈഡിൽ. ESG എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റ് സോഷ്യൽ ഗവേണൻസ് ആണ്. അതിലെ എൻവയോൺമെന്റ് സൈഡിൽ നമുക്ക് എഴുതാവുന്ന കാര്യങ്ങളാണ്. സോഷ്യൽ സൈഡിൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് എന്തൊക്കെ? എംപ്ലോയി വെൽബീങ്, സ്റ്റാഫ് സാറ്റിസ്ഫാക്ഷൻ, CPD ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ, വർക്ക് പ്ലേസ് സേഫ്റ്റി, ഫെയർ എംപ്ലോയ്മെന്റ് പ്രാക്ടീസസ്. ഓൾറെഡി ആരോ ഉള്ള NHA എന്ന് പറഞ്ഞ ഒരു യൂണിയൻ ഉണ്ടെന്നുള്ള കാര്യം മാത്രം നമുക്കറിയാം. ഓക്കെ, അല്ലെ, കളക്റ്റീവ്ലി അവരാണ് വോയിസ് ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പം സോഷ്യൽ സൈഡിൽ, ടു ബി ഫ്രാങ്ക്, ESGയിൽ സോഷ്യൽ സൈഡിൽ ഒരുപാടൊന്നും ഡാറ്റ നമുക്ക് കറന്റ് അവൈലബിൾ ആണ്. വളരെ ജനറിക് ആയിട്ട് സ്ട്രോങ് സോഷ്യൽ പെർഫോമൻസ് ആണെങ്കിൽ എംപ്ലോയീസ് ഇവിടെ നിൽക്കും, കസ്റ്റമേഴ്സ് ഹാപ്പി ആയിരിക്കും, എംപ്ലോയർക്ക് ഒരു ബ്രാൻഡിങ് പാർട്ട് അവിടെ നടക്കും, അല്ലെ, ഓർഗനൈസേഷന്റെ കൾച്ചർ ഇമ്പ്രൂവ് ആവും. ഇതൊക്കെ വളരെ ജനറിക് ആയിട്ടുള്ള കാര്യം, സിനാരിയോ ബേസ്ഡ് ഒന്നുമില്ല ഇതിൽ. കാരണം ESG പറയുമ്പോൾ ഇയും ജിയും എനിക്ക് പറയാനുണ്ട്, പക്ഷെ എസിനെ പറ്റി ഒത്തിരി അധികം പറയാനില്ല. ഓക്കെ, ജിയിലേക്ക് പോവാണ്. ഗവേണൻസ് ഫാക്ടറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ? ഓഡിറ്റ് കമ്മിറ്റി ഇല്ല, റെമ്യൂണറേഷൻ കമ്മിറ്റി ഇല്ല, നോമിനേഷൻ കമ്മിറ്റി ഇല്ല, ഇന്റേണൽ ഓഡിറ്റർ റിപ്പോർട്ടിംഗ് ഡയറക്ട്ലി ടു ഫിനാൻസ് ഡയറക്ടർ. ഒരു പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അൺലിസ്റ്റഡ് കമ്പനിയാണ്. അങ്ങനെ മാത്രമല്ല നമ്മൾ അവിടുത്തെ കോർപ്പറേറ്റ് ഗവേണൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നു. ഓക്കെ, ബട്ട് സ്റ്റിൽ ഇപ്പോഴുള്ള ഒരു ഗവേണൻസ് സ്ട്രക്ചർ കൊണ്ട് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നുള്ളത്. അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രോങ് ഗവേണൻസ് സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബ്രിങ് അക്കൗണ്ടബിലിറ്റി, റിസ്ക് ഓവർസൈറ്റ്സ്, സ്ട്രോങ് ഇന്റേണൽ കൺട്രോൾ, അല്ലെ, വി കുഡ് ടേക്ക് ബെറ്റർ ഡിസിഷൻസ്, സ്റ്റേക്ക് ഹോൾഡർ കോൺഫിഡൻസ് എന്തായാലും ഇമ്പ്രൂവ് ആവും. ഓക്കെ, ഗവേണൻസ് ഓൾസോ ബിക്കം ഇമ്പോർട്ടന്റ് വെൻ വി അണ്ടർടേക്ക് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ESG റിപ്പോർട്ടിംഗ്. ഓക്കെ, അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് കറന്റ്ലി നമ്മൾ കംപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ കെയ്ലാൻഡിലെ കറന്റ് കോർപ്പറേറ്റ് ഗവേണൻസ് റിക്വയർമെന്റ്സ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ഹവർ നമ്മൾ സ്കെയിൽ അപ്പ് ചെയ്യും. ഇപ്പൊ കെയ്ലാൻഡിൽ മാത്രം എല്ലാ കാലത്തും നമ്മൾ കെയ്ലാൻഡിൽ നിൽക്കണമെന്നില്ല. ഒരു ഇന്റർനാഷണൽ എക്സ്പാൻഷൻ വരുന്ന ഒരു സിനാരിയോ പറയാം. ഓക്കെ, അങ്ങനത്തെ സിനാരിയോസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് ദിസ് ആർ ഓൾ ഗുഡ്. ഓക്കെ, അടുത്ത ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വിച്ച് ഇസ് എ പോസിബിൾ, വിച്ച് ഇസ് എ പൊട്ടൻഷ്യൽ ടാസ്ക് ഏരിയ ഫോർ യുവർ എക്സാം പ്രോബബ്ലി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വളരെ അതിനെപ്പറ്റി കുറച്ച് കാര്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാ നോക്കാം. ഫസ്റ്റ് വൺ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴുള്ള ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ കറന്റ്ലി ഉള്ള വീക്ക്നെസ് അറിയണമല്ലോ. അപ്പൊ ഇപ്പോൾ ഉള്ള സിസ്റ്റത്തിലെ വീക്ക്നെസ് എന്താ? നമ്മുടെ അപ്പോയിന്റ്മെന്റ് ബുക്സ് ഒക്കെ പേപ്പർ ബേസ്ഡ് ആണ്, ഇൻവെന്ററി മാനേജ്മെന്റ് മാനുവൽ ആണ്, സോഷ്യൽ മീഡിയ യൂസേജ് ലിമിറ്റഡ് ആണ്, ഓൺലൈൻ ബുക്കിംഗ് സിസ്റ്റം ഇല്ല, റീറ്റെയിൽ പ്ലാറ്റ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്സ് പരിപാടിയൊന്നും ഇല്ല, സെയിൽ എല്ലാം ഓഫ്ലൈൻ തന്നെയാണ്. ഈ പറഞ്ഞ വീക്ക്നെസ് ഒക്കെ കൊണ്ട് ഓപ്പറേഷൻ ഇൻഎഫിഷ്യൻസീസ് ഉണ്ടാവാം, അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ലോഡ് കൂടാം, കസ്റ്റമർ കൺവീനിയൻസ് കുറയാം, ബുക്കിംഗ് എറേഴ്സ് ഉണ്ടാവാം, ഡബിൾ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, സ്ലോവർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കോമ്പറ്റേറ്റീവ് ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്റെ കോമ്പറ്റേറ്റർ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്, ഐ എം നോട്ട് യൂസിംഗ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ വീക്ക്നെസ്. സോ മോഡേൺ കസ്റ്റമേഴ്സ് വിൽ ഡെഫിനറ്റ്ലി എക്സ്പെക്ട്, ബിക്കോസ് ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ തുടങ്ങി കഴിഞ്ഞു എന്ന് പറയുന്നു. ഓൺലൈൻ ബുക്കിംഗ്, മൊബൈൽ ആക്സസിബിലിറ്റി, ഇൻസ്റ്റന്റ് അപ്പോയിന്റ്മെന്റ് കൺഫർമേഷൻ. നമ്മളിപ്പോ ഫോണിൽ വിളിച്ചിട്ട് ഇന്ന ഡേറ്റിലേക്ക് ഉണ്ടോ, ഞാനൊന്ന് നോക്കിയിട്ട് വിളിക്കാമെന്നായിരിക്കും പറയുന്നുണ്ടാവും, അല്ലെ? അത് മാറിയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന സമയത്തുള്ള ഒരു സംഗതി തന്നെ. അപ്പൊ ആ ഒരു കൺവീനിയൻസ്, ദിസ് വിൽ ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഇംപ്രൂവ് കസ്റ്റമർ എക്സ്പീരിയൻസ്, റെഡ്യൂസ് ബുക്കിംഗ് എറേഴ്സ്, അല്ലെ? നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അതിന്റെ ഒക്കെ ഒരു ഉൾട്ട സൈഡാണ് പറയുന്നത്.
നെക്സ്റ്റ് വൺ CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഇതും ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാൻ കേട്ടോ. ഇവിടെ ഇപ്പൊ ഞാൻ ആ ബുക്കിംഗ് സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞു. ബുക്കിംഗ് സിസ്റ്റം വേണം നമുക്ക്. ഇനി അടുത്ത CRM വേണം. CRMൽ എന്താ ഉണ്ടാവുക? പേഴ്സണലൈസ് കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻ. ഇയാൾ എന്നാണ് ഈ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ളത്, എന്നാണ് ഇയാൾ വരുന്നത്, ഇയാളുടെ പ്രിഫറൻസ് എന്തൊക്കെയാണ്, അല്ലെ, ഇയാൾ എന്താ പറയാ, എന്തൊക്കെ സർവീസസ് ആണുള്ളത്, എന്തൊക്കെ ഹെയർ, നമ്മളിപ്പോ മാനുവലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി, പ്രൊമോഷൻസ് ഒക്കെ ഇഫക്റ്റീവ്ലി ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്താ പറയുക, ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നിങ്ങളുടെ അടുത്ത ഹെയർ കട്ടിങ്ങിന് സമയമായി, വേണമെങ്കിൽ നിങ്ങൾക്ക്, അല്ലെ, നമുക്ക് സൊമാറ്റോ ഒക്കെ നമ്മുടെ മുന്നിലോട്ട് നോട്ടിഫിക്കേഷൻ വിടുന്ന കാര്യം പറയില്ലേ, വൈകുന്നേരം സമയമൊന്നും ആയിട്ട് ആവുമ്പോഴായിരിക്കും ഒരു മസാല, ഒരു ചായ കുടിച്ചാലോ എന്ന നോട്ടിഫിക്കേഷൻ വരുന്നത്. ലൈക്ക് വൈസ്, അല്ലെ, അത് CRMൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. CRM ക്യാൻ സെൻഡ് റിമൈൻഡേഴ്സ് ലൈക്ക് ദിസ്. ദെൻ ദർ ഇസ് എ ഹ്യൂജ് ഇ-കൊമേഴ്സ് ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റിംഗ്. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ഇന്റർനാഷണൽ സപ്ലൈസുമായിട്ട് ഒരു എക്സ്ക്ലൂസിവിറ്റി അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്, കെയർലാൻഡിൽ സെല് ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ വാളിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ആൾക്കാർക്ക് കളറിംഗ് ഒന്നും ചെയ്യാൻ വരണ്ട, ഹെയർ കട്ടിങ് ചെയ്യാൻ വരണ്ട, വഴി കൂടെ പോകുന്നവർക്ക് ഇൻസ്റ്റോർ കയറി പർച്ചേസ് ചെയ്ത് പോകാം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കസ്റ്റമർ കൺവീനിയൻസ് കൂട്ടിക്കൊടുക്കുന്ന രീതിയിൽ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ സ്റ്റാർട്ട് ചെയ്തില്ല. ഒന്നും വേണ്ട, നമ്മുടെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യാം, ഒരു ഷോപ്പിഫൈ എന്നൊന്നും പറയില്ല നമ്മൾ, എന്താ പറയാ, നമ്മുടെ നാട്ടിലെ യൂസേജ് ഇ-കൊമേഴ്സ് ആണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അങ്ങനെ ഒരിക്കലും ഒരു ഇ-കൊമേഴ്സ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയും. വി ക്യാൻ സെൽ തിങ്സ് വി അവർ വെബ്സൈറ്റ്. ഓക്കെ, ദിസ് വിൽ ഇൻക്രീസ് റീറ്റെയിൽ സെയിൽ. റീറ്റെയിൽ സെയിൽ കൂട്ടിയാലാണ് നമുക്ക് ഹൈ മാർജിൻസ് ഉള്ളത്. എന്തായാലും റീറ്റെയിൽ സെയിൽ കൂട്ടുക എന്നുള്ളതാണ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് കൂട്ടേണ്ട ഒരു കാര്യം. ദിസ് വിൽ ഇംപ്രൂവ് കസ്റ്റമർ കൺവീനിയൻസ്, സ്ട്രെങ്തൻ കസ്റ്റമർ എൻഗേജ്മെന്റ്, ഡൈവേഴ്സിഫൈ റവന്യൂ സ്ട്രീംസ്. ഓൾറെഡി ഡൈവേഴ്സിഫൈഡ് ആണത്, കുറച്ചുകൂടി ഇംപ്രൂവ് ആവും. റെഡ്യൂസ് ഓവർ ഡിപ്പെൻഡൻസ് ഓൺ ഫിസിക്കൽ സലൂൺ വിസിറ്റ്. ഒരു ഹെയർ കെയർ പ്രോഡക്റ്റ് മേടിക്കാൻ സലൂണിൽ വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ ശരി. ഓക്കെ, ദെൻ സോഷ്യൽ മീഡിയ സൈഡാണ്. ബ്രാൻഡ് വിസിബിലിറ്റിയും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗും ട്രെൻഡ് പ്രൊമോഷൻ ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ എൻഗേജ്മെന്റ് ഉണ്ടാക്കിയെടുക്കണം. വിച്ച് വിൽ അട്രാക്ട് യങ്ങർ ഡെമോഗ്രാഫിക്, സ്ട്രെങ്തൻ ദ ബ്രാൻഡ് അവയർനെസ്, ഷോക്കേസ് എക്സ്പെർട്ടൈസ് ആൻഡ് സലൂൺ ക്വാളിറ്റി. അപ്പൊ ഇത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്. ഡെന്നിസ് ആൻഡ് കൊക്കോ സ്റ്റാർട്ട് ചെയ്തിട്ട് 40 ഇയേഴ്സ് ആയി. 40 ഇയേഴ്സിൽ ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ വന്നത് ലാസ്റ്റ് 5 വർഷമോ അല്ലെങ്കിൽ ഒരു, അല്ലെ, ഇത്രയധികം ട്രെൻഡിങ് ആയ ഒരു 10 വർഷമായിരുന്നു മാക്സിമം. ഓക്കെ, അപ്പോ അതാണ് അതിലെ ഒരു കാര്യം. അത് എത്ര വർഷമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഐ മീൻ, അതൊന്നും സിനാരിയോയിലില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻസൈറ്റ് പോലെ പറയാണ്. അന്നൊരു സാധാരണ സലൂൺ പോലെ സ്റ്റാർട്ട് ചെയ്തു. അതെ, അന്ന് ഇൻഫ്രാസ്ട്രക്ചർ അടിപൊളിയാക്കുക, നല്ല സ്കിൽഡ് ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ട് ഹെയർ ഡ്രസ്സസിനെ വെക്കുക എന്നുള്ളതൊക്കെയാണ് അവർ ലക്ഷറി സെഗ്മെന്റിൽ പൊസിഷൻ ചെയ്യാൻ വേണ്ടി ചെയ്തത്, പ്രീമിയം പൊസിഷനിങ് വേണ്ടി അവർ ചെയ്തത്. ഇന്നിപ്പോ ടെക്നോളജിയും സോഷ്യൽ മീഡിയ ഒക്കെ ഇല്ലാതെ എവിടെ നടക്കില്ല. ദെൻ ഇൻവെന്ററി മാനേജ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ. ഇൻവെന്ററി മാനേജ്മെന്റിനും ഒരു ഈ പറയുന്ന പോലെ ഒരു ഫ്രെയിം വർക്ക് കൊണ്ടുവരും, ഒരു സോഫ്റ്റ്വെയറും കാര്യങ്ങളും കൊണ്ടുവരും, ഒരു സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളത്. ദിസ് മേ ക്രിയേറ്റ്, ഇപ്പൊ കറന്റ് ഉള്ള സിസ്റ്റം മാനുവൽ ആണ്. ദിസ് വിൽ ക്രിയേറ്റ് ഇൻവെന്ററി ഇനാക്യുറസീസ്. ഡിലേഡ് റീപ്ലിനിഷ്മെന്റ് എന്ന് വെച്ചാൽ റീസ്റ്റോക്ക് ചെയ്യാൻ ഡിലേ ആവും, ഓവർ സ്റ്റോക്കിംഗ് ഉണ്ടാവാം, ഹയർ അഡ്മിനിസ്ട്രേഷൻ എഫേർട്ട് ഉണ്ടാവും. ഒരു ഇൻവെന്ററി സിസ്റ്റം ഡിജിറ്റൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന ദിവസം, ഇപ്പൊ നമുക്കൊരു റീജിയണൽ മാനേജേഴ്സ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു, അല്ലെ, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഡയറക്ടർ മുന്നിലേക്ക് അയാൾക്ക് ഒരു ഡാഷ്ബോർഡും കിട്ടത്തില്ല. എന്താണോ എന്റെ റീജിയണൽ മാനേജർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതാണ് ഓപ്പറേഷൻസ് ഡയറക്ടർ മുന്നിലേക്ക് എത്തുന്നത്. അത് മാറിയിട്ട് ഒരു ഡാഷ്ബോർഡ് ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ഡയറക്ടർ നോക്കുകയാണ് ഇന്ന റീജിയനിലെ ഇന്ന സലൂണിൽ ഇപ്പൊ എന്തൊക്കെ ഐറ്റം ആണ് ഇൻവെന്ററിയിൽ ഉള്ളത് എന്ന റിയൽ ടൈം വിസിബിലിറ്റി എന്നാണ് അതിനെ പറയാ. ആ ടേം അങ്ങനെ തന്നെ എഴുതേണ്ടി വന്നാൽ കേട്ടോ. റിയൽ ടൈം ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് വിസിബിലിറ്റി ഒക്കെ കറന്റ് സിസ്റ്റത്തിന് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. അത് വിളിച്ച് ചോദിച്ച് പറഞ്ഞു വരുമ്പോഴത്തേനും അവിടുത്തെ ആ സ്റ്റോക്ക് സെൽ ഔട്ട് ചെയ്തിട്ടും, സ്റ്റോക്ക് മാറിയിട്ടുണ്ടോ, സ്റ്റോക്ക് ലെവൽസ് മാറിയിട്ടുണ്ടോ. ഓക്കെ, അപ്പൊ കറന്റ് ആ രീതിയിലുള്ള ഒരുപാട് ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻസീസ് കറന്റ് ഉണ്ട്. അതൊക്കെ റെഡിയാക്കണമെങ്കിൽ ദർ ഷുഡ് ബി എ സിസ്റ്റം. പിന്നെ യൂസ് ഓഫ് ഡേറ്റ അനലിറ്റിക്സ്. നമ്മൾ എന്ത് സോഷ്യൽ മീഡിയയിൽ എന്ത് അഡ്വർടൈസ്മെന്റ് കൊണ്ടുവരുന്നപ്പോഴാണ്, അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് പ്രൊമോഷൻസ് ചെയ്തപ്പോഴാണ് അപ്പോയിന്റ്മെന്റ് ട്രെൻഡ്സിനെ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്തത്, അല്ലെങ്കിൽ കറന്റ് അപ്പോയിന്റ്മെന്റ് ട്രെൻഡ്സ് എങ്ങനെയാണ്, ഏത് മന്തിലാണ് എന്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ അപ്പോയിന്റ്മെന്റ്സ് വരുന്നത് എന്നത് ഡേറ്റ അനലിറ്റിക്സിലൂടെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യും. അതിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റിംഗ് സ്പെൻഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. കസ്റ്റമർ ബിഹേവിയർ, റീറ്റെയിൽ പർച്ചേസ് പാറ്റേൺസ് ഒക്കെ, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ എനിക്ക് ഒന്ന് രണ്ട് റിപ്പോർട്ടൊക്കെ കാണിക്കണമെന്നുണ്ട്. പക്ഷെ ദാറ്റ്സ് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് ഞാൻ കാണിക്കാത്തതാണ്. നമ്മുടെ ക്ലയൻസിനൊക്കെ വേണ്ടി ചെയ്തു വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഈ റീറ്റെയിൽ പ്രോഡക്റ്റ് ഒക്കെ ഏത് സമയത്താണ് അവർ പർച്ചേസ് ചെയ്യുന്നത്, അതിനൊക്കെ ഒരു സമയം ഉണ്ടാവും, അല്ലെ. സൺസ്ക്രീൻ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന സമയം എന്ന് പറയുന്നത് ജാൻ ഫെബ് മാർച്ച് മാസങ്ങളിലാണ്, അല്ലെ, എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന അതൊക്കെയാണ് പർച്ചേസ് പാറ്റേൺസ്. ആ പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് 6.2% മീറ്റ് ചെയ്യിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതൊരു KPI ആയിട്ട് കഴിഞ്ഞ 15 വർഷം മീറ്റ് ചെയ്തു, ഇപ്പൊ നമ്മൾ ഡ്രോപ്പ് ചെയ്ത കാര്യം പറഞ്ഞില്ല. ഓക്കെ,
ദെൻ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് ആണ് ഇത്രയും കാര്യങ്ങൾ. ജനറിക് ആണ്, പ്യുവർ ജനറിക് ആണ് അല്ലെ. റവന്യൂ കൂട്ടാം, ഡാറ്റ വിസിബിലിറ്റി ഉണ്ടാവും, കസ്റ്റമേഴ്സ് റീറ്റെയിൻ ആവും, കസ്റ്റമർ കൺവീനിയൻസ് ഉണ്ടാവും, ഓപ്പറേഷണലി കുറെ കൂടെ എഫിഷ്യന്റ് ആവും, മാനേജ്മെന്റിന് അൾട്ടിമേറ്റ്ലി കൺട്രോൾ ഉണ്ട്, കാരണം അവർക്ക് അറിയാൻ കാര്യം. റിസ്ക് ഓഫ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും കാണാറുള്ള പോലെ സൈബർ സെക്യൂരിറ്റി റിസ്ക് ആണ്. ടെക്നോളജി വന്നോ അവിടെ സൈബർ സെക്യൂരിറ്റി റിസ്ക് ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാഫിന് ഈ ചേഞ്ച് ഒന്നും ആക്സെപ്റ്റബിൾ ആയിരിക്കണമെന്നില്ല, ഡെന്നിസ് റെഡി ആയിരിക്കണമെന്നില്ല അല്ലെ. പുള്ളിക്കാരൻ ഒരു 40 years ഇത് റൺ ചെയ്തു എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഒരു പ്രായമായ ഒരാളായിരിക്കും. ഹി മേ ബി റെസിസ്റ്റന്റ് ടു ചേഞ്ച്. ചെയർമാൻഷിപ്പിലുള്ള ആൾ തന്നെ റെസിസ്റ്റന്റ് ആണെങ്കിൽ സ്റ്റാഫിന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യം. ഹൈ ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ്, ഓപ്പറേഷണൽ ഡിസ്റപ്ഷൻ ഡ്യൂറിങ് ഇംപ്ലിമെന്റേഷൻ എന്ന് വെച്ചാൽ ആ മൈഗ്രേഷൻ കൃത്യമായിട്ട് നടക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു ചേഞ്ച് ആണ് കേട്ടോ. ചേഞ്ച് മാനേജ്മെന്റിന്റെ ചാപ്റ്ററുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന കാര്യം, ചാപ്റ്റർ നമ്പർ 3. പിന്നെ പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ അതും ട്രെയിൻ ചെയ്യേണ്ടതൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രസീനില് നമ്മൾക്ക് ബേസിക്കലി ഉള്ളത്. ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതാ ഈ എക്സാം ടിപ്പിംഗ് എന്ന് പറയുന്ന സംഗതി എന്താ പറയാ, പ്രഡിക്ഷൻ എന്നുള്ള രീതിയിലൊന്നും പറയില്ല. പക്ഷെ പോസിബിളി ഇപ്പൊ തന്നിരിക്കുന്ന സിനാരിയോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഒപ്റ്റിമേഡ് പ്രസീൻ അല്ലെങ്കിൽ ഇതിനു മുന്നുള്ള എക്സാംസിന്റെ പ്രസീൻ മാത്രം എടുത്തു വെച്ചിട്ട് യൂഷ്വലി നമ്മൾ പറയാറുള്ള ഏരിയാസ് എന്തായാലും സിലബസിലുള്ള ഏരിയാസ് ആണല്ലോ വരെ. അങ്ങനെ വന്നേക്കാവുന്ന ഏരിയാസ് ആണിത്. ഇതിൽ ഏതെങ്കിലും 2-3 കാര്യങ്ങളൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇതല്ലെങ്കിൽ പിന്നെ എന്നോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, കാരണം എന്താ പറയുക, ഇത് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വെരി ഫസ്റ്റ് തിങ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിബിറ്റ് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, നമുക്ക് ഒരിക്കലും നമ്മൾ ഇതിന്റെ ബാക്കി കഥ എക്സാമിനർ എങ്ങനെയാണ് കൊണ്ടുപോകുക, 2026 പിന്നെ എന്താ സംഭവിച്ചത് എന്നത് എക്സാം ഡേയിൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ എക്സിബിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ടാസ്ക് വേണം. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് പറയാൻ എന്തായിരിക്കും എന്ന് പറയാനോ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് മേ ബി എന്തായിരിക്കും ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു അക്യൂസേഷൻ ആയിരിക്കും. നമ്മൾ ഓൾറെഡി 50 ഷോപ്പായി, കുറച്ചും കൂടെ അക്യൂസേഷനിലേക്ക് പോകാം എന്ന് ഡെന്നിസ് പറഞ്ഞിട്ട് ഒരു സ്മോളർ സലൂൺ ചെയിന്റെ അക്യൂസേഷൻ ആയിരിക്കും. അപ്പോ ഇത്ര എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു അക്യൂസേഷൻ വന്നേക്കാം എന്നുള്ളത്. ആ അക്യൂസേഷൻ എങ്ങനെയാണെന്നോ അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നോ അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിസ്ക്കും ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ എക്സാമിന്റെ എക്സിബിറ്റ്സിൽ അന്നേ നമുക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ദിസ് കുഡ് ബി ദ ഏരിയാസ് എന്ന് പറയാം. അതല്ലാതെ നമുക്കൊരു കാര്യങ്ങൾ ഇപ്പൊ എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. നമ്മളിപ്പോ പറഞ്ഞ ഒരു ERP ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ഒരു സലൂൺ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റേഷൻ സിനാരിയോ, അതിലേക്ക് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ സൈഡിൽ ഒരു NPV അനാലിസിസ്, ഇതൊക്കെ ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും സിനാരിയോ വരാം. സെക്കൻഡ് വൺ, ഇ-കൊമേഴ്സ് എക്സ്പാൻഷൻ ഫോർ റീറ്റെയിൽ പ്രോഡക്ട്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. സിൻസ് വി ആർ ഓൾറെഡി ഹാവിംഗ് റീറ്റെയിൽ പ്രോഡക്ട്സ്, അപ്പൊ അതൊരു വെബ്സൈറ്റിൽ അല്ലെ അതിനും കൂടിയുള്ള ഒരു ടെക്നോളജി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇ-കൊമേഴ്സ് അല്ലെ സെല് ചെയ്യാമല്ലോ എന്നുള്ളത്. അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു ഇ-കൊമേഴ്സുമായിട്ട് ഉള്ള ഒരു സഹകരണം ആയിരിക്കാം. ഓക്കെ, ദെൻ തേർഡ് വൺ, റെപ്യൂട്ടേഷണൽ ഡാമേജ് ആൻഡ് ക്രൈസിസ് മാനേജ്മെന്റ് അല്ലെ. ഒരു ന്യൂസ് റിപ്പോർട്ട് ആയിരിക്കും തന്നത്, ഇന്ന സലൂണിൽ ഇന്ന എംപ്ലോയി അയാള് യൂസ് ചെയ്ത എന്തെങ്കിലും ഹെയർ കെയർ പ്രോഡക്റ്റ് വന്നിട്ട് അല്ലെ ഹെയർ പോയി, അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് ന്യൂസ് റിപ്പോർട്ടിൽ വരുന്നു. ആ ഒരു ക്രൈസിസ് മാനേജ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും. ESG ഒരു സസ്റ്റൈനബിൾ സ്ട്രാറ്റജി എങ്ങനെ വേണമെങ്കിലും വരാം. അതിന്റെ ഒരു ചെറിയ ഔട്ട്പുട്ട് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ ഇന്റേണൽ കൺട്രോൾ വീക്ക്നെസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്സ് എപ്പോഴും കാണാറില്ല. ഇപ്പൊ ഒപ്റ്റിമയുടെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടാസ്ക് നമ്പർ 4 എന്ന് പറയുന്നത് ജിമ്മിൽ കള്ളം കയറിയ കാര്യമായിരുന്നു. ജിമ്മിൽ കള്ളം കയറുന്നുള്ളത് പ്രസീൻ വായിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇന്റേണൽ കൺട്രോൾ വീക്ക്നെസ്സും അതിന്റെ റെക്കമെൻഡേഷൻസും കാര്യങ്ങളും എക്സാമിന് ചോദിക്കാം. സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഗവേണൻസ് സ്ട്രക്ചർ ഇവാലുവേഷൻ, ഇപ്പോഴുള്ള ഗവേണൻസ് അതിന് സാധ്യത കുറവാണ്. കാരണം ഓൾറെഡി നമ്മൾ കംപ്ലൈ ചെയ്ത് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്കിലും റിസ്ക് നോമിനേഷൻ കമ്മിറ്റി ഇല്ല, റെമ്യൂണറേഷൻ കമ്മിറ്റി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഈ കമ്മിറ്റീസിന്റെ ഒക്കെ അഡ്വാൻറ്റേജസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ അയക്കൂ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കാൻ ഒരു 10% സാധ്യത കൂട്ടിയാൽ. ദെൻ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് അനാലിസിസ് യൂഷ്വലി വരാറുള്ള ഒരു ഏരിയയാണ്. പ്രിപ്പയർ റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ഓൾറെഡി കുറച്ച് KPIs തന്നിട്ടുണ്ട്, നമ്മുടെ കുറച്ച് ഗ്രാഫുകൾ തന്നിട്ടുണ്ട്, കുറെ കൂടെയൊക്കെ കണക്കുകൾ തന്നിട്ട് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ അനാലിസിസ് ചോദിക്കാം. എൻവയോൺമെന്റ് അനാലിസിസ് നമ്മൾ ഈ പെസ്റ്റിലും ഓട്ടേഴ്സ് വൈഫോസ് ഒക്കെ ഓൾറെഡി പറഞ്ഞു. പിന്നെ പുതിയ സലൂൺ ഇൻഡിവിജ്വലി നമ്മൾ തന്നെ ഓൺ ചെയ്യുന്ന സലൂൺ ഓപ്പൺ ചെയ്യുന്നതായിരിക്കാം എക്സ്പാൻഷൻ സ്ട്രാറ്റജി, അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രാറ്റജി ബൈ അക്യൂസിഷൻ ആയിരിക്കാം. ഇത് ഓർഗാനിക് ഗ്രോത്ത് ആണ്, ഇത് അക്യൂസിഷനിലൂടെയുള്ള ഗ്രോത്ത് ആണ്. അപ്പോൾ തേർഡ് വൺ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നാൽ
വളരെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ള നമ്മുടെ ബ്രാൻഡിന് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് 50-ൽ നിന്നും 100-ലേക്കൊക്കെ എത്താൻ പറ്റുന്ന ഒരു ഫ്രാഞ്ചൈസ് മോഡൽ നമ്മളൊരു ഫ്രാഞ്ചൈസറായി നിന്നുകൊണ്ട് ഫ്രാഞ്ചൈസി വാല്യുവേഷൻ ലൈക്ക് ടോണി ആൻഡ് ഗൈ ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഹെയർ കെയർ ഇൻഡസ്ട്രിയിൽ റിയാലിറ്റിയിലാണെങ്കിൽ ഇങ്ങനെ ഉള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള അപ്പോൾ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ മേ ബി എക്സിബിറ്റ്സിലായിരിക്കും ഉണ്ടാവും. നമുക്ക് അതിനെപ്പറ്റി ഒന്നും കൂടുതൽ അറിയില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതിലേതെങ്കിലുമൊക്കെ സിനാരിയോസ് ആയിരിക്കാം. ഇനി ഇതൊന്നും ആയിരിക്കണം എന്നില്ല, നിർബന്ധമില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഗൈസ് ദാറ്റ്സ് ഓൾ അബൌട്ട് നമ്മളുടെ പ്രസീൻ ഡിസ്കഷൻ. 3 ദിവസത്തെ പ്രസീൻ ഡിസ്കഷൻ ഏകദേശം ഒരു 4 മണിക്കൂറോളം എടുത്ത് നമ്മൾ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഓക്കെ, പ്രസീനിൽ നിന്ന് വരുന്ന പൊട്ടൻഷ്യൽ കാര്യങ്ങളും പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എക്സാം ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു എക്സാം ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു സർവീസ് ഇൻഡസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. ഡേറ്റ് ഓൺ ദ റിപ്പോർട്ട് ഷുഡ് ബി മെൻഷൻ എക്സാം ഡേറ്റ്. നമ്മളുടെ ഡേറ്റ് ഫൈനാൻഷ്യൽ ഇയർ എൻഡ് എന്നുള്ള രീതിയിൽ 31st March 20x6 എന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ബേസിക്കലി ആ ഒരു ഡേറ്റിൽ പോയാൽ എക്സാമിന് എങ്ങനെയാണോ എക്സിബിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും തരാറുണ്ട് യൂഷ്വലി. ഒരു എക്സിബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടുഡേയ്സ് ഇന്ന ഡേറ്റ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ തരും. ഓക്കെ, അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ 2026 വെച്ചിട്ടുള്ള എക്സാം ഡേറ്റ് ഇട്ട് പോയാൽ മതി, നമ്മൾ സാധാരണ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, 2026 അല്ല 20x6 വെച്ചിട്ട്. ഓക്കെ, ടെക്നിക്കൽ ആർട്ടിക്കിൾസ് നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ബി ഫ്രാങ്ക് ടെക്നിക്കൽ ആർട്ടിക്കിൾസിലെ കോണ്ടന്റ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അപ്പോ നോട്ട്സ് നല്ല രീതിയിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ടെക്നിക്കൽ ആർട്ടിക്കിളിലേക്ക് പോയിട്ട് സമയം കളയേണ്ടതില്ല. എങ്കിലും ഏതെങ്കിലും ഒക്കെ ടെക്നിക്കൽ ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഐ വിൽ ചെക്ക് ഓൺ ദാറ്റ് വിൽ ഷെയർ ഇൻ ദ ഗ്രൂപ്പ്. ഓക്കെ, ചുമ്മാ വായിച്ചിരുന്നാൽ നല്ലത് എന്ന് പറയുന്ന ടെക്നിക്കൽ ആർട്ടിക്കിൾസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. ബാക്കി സബ്ജക്ട്സിലെ ടെക്നിക്കൽ ആർട്ടിക്കിൾ പോലെയല്ല SBLലെ ടെക്നിക്കൽ ആർട്ടിക്കിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്യൂർലി നമ്മൾ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആണ് ബേസിക്കലി നമ്മുടെ ടെക്നിക്കൽ ആർട്ടിക്കിൾ. ഓക്കെ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ സസ്റ്റൈനബിലിറ്റിയുടെ ഒക്കെ ടെക്നിക്കൽ ആർട്ടിക്കിൾ ചുമ്മാ വായിച്ചിരുന്നു, എന്നാലും അത് ഹെയർ ഡ്രസ്സിംഗ് ഇൻഡസ്ട്രിയോട് സ്പെസിഫിക് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, പിന്നെ ജനറിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ബാക്കിയുള്ള ഇപ്പൊ AFM-നാണെങ്കിൽ ടെക്നിക്കൽ ആർട്ടിക്കിൾസ് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. SBRന് വളരെ ഹെൽപ്ഫുൾ ആണ്. SBLന് ടെക്നിക്കൽ ആർട്ടിക്കിൾ അത്രയും ഹെൽപ്ഫുൾ അല്ല. ഓക്കെ, അപ്പൊ ബേസിക്കലി നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളും അതേപോലെ ക്ലാസ്സിൽ പറഞ്ഞ നോട്ട്സിന്റെ കാര്യങ്ങളും ഒക്കെ ഓർത്തു വരുന്നാൽ മതി. ഓക്കെ, ടെക്നിക്കൽ ആർട്ടിക്കിൾസിന് ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആണോ ചുമ്മാ ഒന്ന് വായിച്ചിരുന്നാൽ നല്ലത് എന്ന് തോന്നുന്ന ആർട്ടിക്കിൾസ് ഐ വിൽ ഷെയർ ദോസ് ഇൻ ദ ഗ്രൂപ്പ് ആസ് വെൽ. ഓക്കെ, മീൻവൈൽ നമുക്കിനി എത്ര ദിവസം എക്സാമിന്? മെയിലിനി 27, 28, 29, 30, 31 5 ഡേയ്സ്. പിന്നെ അല്ലെ ജൂണിൽ 2 ഡേയ്സ് കൂടി ഉണ്ടാവും. ഹാർഡ്ലി 6-7 ഡേയ്സ്, ഒരാഴ്ച കൂടി ഉണ്ടാവും. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് ഒരു പെരുന്നാൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക മക്കളെ. ഓക്കെ, ഒത്തിരി വീണ്ടും ഞാൻ പറയണം, ഒത്തിരി ഇങ്ങനെ പഠിക്കുക എന്നുള്ള സംഗതികളൊന്നുമില്ല. പക്ഷെ ഈ പറയുന്ന നോട്ട്സിലൊക്കെ വായിച്ചിട്ട് നമുക്ക് കുറച്ച് പോളിഷ്ഡ് ആയിട്ട് ലാംഗ്വേജിൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക എക്സാമിന്. അല്ലെ, കുറച്ചൊക്കെ നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്ന നോട്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, നല്ല നല്ല ടേംസ്, ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻസി, ചിലപ്പോൾ നമ്മൾ എഴുതാൻ മടിക്കുന്ന കാര്യങ്ങളായിരിക്കും. അല്ലെ, നമുക്കൊരു കാര്യം പറയണമെന്നുണ്ട്, അപ്പോൾ ഷട്ട് ഡൗൺ ആയി പോകും എന്ന് പറയുന്നതിനേക്കാളും നല്ലതാണ് ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻസി എന്ന ടേം അവിടെ കൊണ്ടുവരിക, ഓപ്പറേഷണൽ ഡിസ്റപ്ഷൻ എന്ന ടേം കൊണ്ടുവരിക. അപ്പൊ അങ്ങനെയുള്ള ടേംസ് ഒക്കെയാണ് ബേസിക്കലി ഈ ഡീപ് ഡൈവ് ഡോക്യുമെന്റ് വായിച്ച് നിങ്ങൾ പിക്ക് ചെയ്യേണ്ട കാര്യം. കുറെയൊക്കെ ഞാൻ യെല്ലോയിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, വാട്ട് ആർ ദ കോൺസിക്വൻസസ് എന്നുള്ള രീതിയിൽ. ഓക്കെ, 6 ക്യാപിറ്റൽസ് തീർച്ചയായിട്ടും അങ്ങനെ അത് ഞാൻ പറഞ്ഞു, എല്ലാ സിലബസിലെ എല്ലാ ഏരിയാസ് ആയിട്ടും ഞാൻ കംപ്ലീറ്റ്ലി മാപ്പ് ചെയ്ത് പോയിട്ടില്ല. കാരണം അതൊരിക്കലും തീരത്തില്ല. 44 പേജസിൽ ഇതൊന്ന് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു. ലൈക്ക് ലാസ്റ്റ് ഡീപ് ഡൈവ് വാസ് ഓൺലി 35 പേജസ്. ഇതിൽ ടൂ മച്ച് ഡാറ്റ ഉള്ളതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് കണ്ടിട്ട് അങ്ങ് ചെയ്തതേ ഉള്ളൂ. 6 ക്യാപിറ്റൽസ് എന്തായാലും ചെയ്തോളൂ. ഓക്കെ, മാരത്തൺ സിമിലർ പ്രീസിൻ അനാലിസിസ് ആണ്. ഇതാണ് മാരത്തൺ ഇത് തന്നെയാണ്, അതല്ലാതെ വേറെ ക്വസ്റ്റ്യൻ പ്രാക്ടീസോ കാര്യങ്ങളോ ഒന്നുമല്ല. ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് വി വിൽ ബി ഡിസ്കസിംഗ് ഇൻ മാരത്തൺ. സെയിം കോണ്ടന്റ് തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ നല്ല രീതിക്ക് പഠിക്കൂ, നല്ല മാർക്സോടെ എല്ലാവരും പാസ്സാവട്ടെ. ഓക്കെ, പിന്നെ ഇതിപ്പോ പ്രിസീനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ ആണ് നമ്മൾ കഴിഞ്ഞിട്ടുള്ളത്. Okay, we will be having one more live session where we will be covering all the relevant exam techniques, things to do during your exam. എക്സാമിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഫോർമാറ്റ്സ്, പ്രൊഫഷണൽ മാർക്സ് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഒന്നും കൂടെ ഓക്കെ ഒരു 30 മിനിറ്റ്സിന് പറയാനുള്ള ഒരു സെഷൻ ഡെഫിനറ്റ്ലി എന്തായാലും ഉണ്ടാവും. ഓക്കെ,
വി ക്യാൻ ക്യാപിറ്റലൈസ് റിഫർബിഷ്മെന്റ് ഫോർ 3 ഇയർ ലൈഫ്. യെസ്, ക്യാപിറ്റലൈസ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ഒക്കെ തന്നെ ആയിരിക്കും മോസ്റ്റ്ലി. ഓക്കെ, പക്ഷെ റിഫർബിഷ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കറിയില്ല, 3 ഇയേഴ്സ് കൂടെ വരുന്ന സമയത്ത് എക്സ്പെൻഡിച്ചർ അല്ല. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് എക്സിബിറ്റിൽ ഇൻഫർമേഷൻ അനുസരിച്ച് തന്നെ ചെയ്യും. എത്രയൊക്കെ ക്യാപിറ്റലൈസ്, ദർ വിൽ ബി സം പോർഷൻ വിച്ച് വി വിൽ ബി പുട്ടിങ് ഇൻ ടു റവന്യൂ. ഓക്കെ, അപ്പൊ അതൊക്കെ തന്നിട്ട് അപ്പൊ നിങ്ങൾ ഫൈനാൻഷ്യൽ ആസ്പെക്ടിൽ അത്ര അങ്ങോട്ട് ഡീപ്പർ ആയിട്ട് പോകണ്ട. പക്ഷെ ആ നോളജ് ചോദിച്ചാൽ നല്ലതാണ്, നല്ല നല്ല കാര്യം. യെസ്, ഓക്കെ, അതാ പറഞ്ഞത്. അതൊക്കെ ബാക്കി എക്സിബിറ്റ്സ് വരട്ടെ, നല്ല എക്സിബിറ്റ്സ് ആവട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ ജോയിനിങ്. എന്താ പറയാ, പെരുന്നാളൊക്കെ വരികയാണ്. അഡ്വാൻസ് വിഷസ് ഫോർ ദ സെയിം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ഒരു എക്സാം ആയിരിക്കട്ടെ ഇത്തവണത്തെ SPL സെഷൻ എന്ന് ആശംസിച്ചുകൊണ്ട് വൈൻഡിങ് അപ്പ്. സി യു അഗെയിൻ ഇൻ ദ നമ്മുടെ അടുത്ത സെഷൻ. അത് പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കും, ലൈക്ക് കുറച്ചുകൂടെ എക്സാമിനോട് അനുബന്ധിച്ചുള്ള ഒരു സെഷൻ ആയിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. സി യു ഓൾ, ബൈ.